നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. അർഹതപ്പെട്ടവർക്ക് അംഗീകാരം നൽകുമ്പോഴാണ് എപ്പോഴും സ്ഥാനമാനങ്ങൾക്കും ബഹുമതികൾക്കും സംഘടനകൾക്കും ഒക്കെ വില വരുന്നത്. പക്ഷേ നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ അനർഹരായ പലരും അർഹതപ്പെടാത്ത പലയിടത്തും കയറിപ്പറ്റും. അർഹരായവർ പുറന്തള്ളിപ്പോവും. ഒരുപാട് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവിടെ കൊടുക്കുന്ന പത്മ പുരസ്കാരങ്ങളായാലും ശരി, മികച്ച നടൻ്റെയും മികച്ച നടിയുടെയും അവാർഡ് കൊടുക്കുന്നതായാലും ശരി, ഏതിലും നമുക്കത് കാണാൻ കഴിയും. വളച്ചിട്ടില്ലാതെ തന്നെ പറയാം, നമ്മുടെ മലയാളത്തിൻ്റെ അനശ്വരനായ നടൻ സത്യമാഷിൻ്റെ മകൻ സതീഷ് സത്യൻ. നമ്മൾ സത്യമാഷിൻ്റെ 3 മക്കൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ 3 മക്കളെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാം ചെയ്തത് എന്നെ ലോകത്തിൻ്റെ എവിടെ നിന്നെല്ലാം എന്നറിയോ ആളുകൾ വിളിച്ചത്. സത്യമാഷ് മരിക്കുമ്പോൾ ജനിച്ചിട്ടില്ലാത്തവർ പോലും ഒരുപാട് പേർ എന്നെ വിളിച്ച് അഭിനന്ദിച്ചു, ഒരുപാട് പേര്. അപ്പോൾ സത്യമാഷിൻ്റെ മകൻ സതീഷ് സത്യൻ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നമ്മുടെ എപ്പിസോഡിലും ഞാൻ വ്യക്തമായി പറഞ്ഞാണ്, 4 സിനിമകളിൽ അഭിനയിച്ചിരുന്നു. പാരമ്പര്യമായി കിട്ടിയ അല്ലെങ്കിൽ ജനിതക വൈകല്യം കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഹതഭാഗ്യനാണല്ലോ അദ്ദേഹം. അപ്പോൾ ക്യാമറയുടെ മുന്നിൽ നിന്നാൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകാം, അതുകൊണ്ട് സിനിമാഭിനയം നിർത്തണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിർത്തേണ്ടി വന്നത്. ഇല്ലെങ്കിൽ ഇപ്പോഴും മലയാള സിനിമയിൽ ഒരു വലിയ സ്വഭാവ നടനായി സതീഷ് സത്യൻ ഉണ്ടായേനെ. സതീഷ് സത്യൻ ഒരു വലിയ പരാതി മാതൃഭൂമി ചാനലിലാണെന്നാണ് പറഞ്ഞു. അത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാതൃഭൂമിയിലൊക്കെ കയറി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്നാൽ ഇയാൾ നമുക്ക് വകവയ്ക്കേണ്ട എന്ന് അമ്മയുടെ ആൾക്കാർ തീരുമാനിക്കുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വാശിയൊക്കെ ഉള്ളവരാണ് തലപ്പത്ത് വരുന്ന പലരും. എന്നാലും ഞാൻ പറയുന്നു, പുതിയ ഭരണസമിതിയിൽ വന്ന ജനറൽ സെക്രട്ടറി ആയ സിദ്ദിഖ് ആയാലും ശരി, വീണ്ടും ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മോഹൻലാൽ ആയാലും ശരി, സതീഷ് സത്യൻ ന്യായമായ ആര് കേട്ടാലും അയ്യോ അത് ന്യായമല്ലേ എന്ന് തോന്നുന്ന ഒരു പരാതിയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം ജയഭാരതിയുടെ നായകനായി മക്കൾ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു, നായകനായിട്ട് ഹീറോ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മധുസാറിൻ്റെ സ്റ്റുഡിയോ നിർമ്മിച്ച് ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത മധുസാർ നായകനായ ശുദ്ധികലശം, അതിൽ ശ്രീവിദ്യയായിരുന്നു സതീഷ് സത്യൻ്റെ നായിക. ടാക്സി ഡ്രൈവർ ശാരദാമ്മയായിരുന്നു നായിക, അച്ഛൻ്റെയും മകളുടെയും നായികയായിരുന്നു ശാരദാമ്മ. പിന്നെ ഒരു പടം പൂർത്തിയായില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ടാക്സിക്കാറിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അതോ ശുദ്ധികലശത്തിലോ ഏതിലോ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശങ്കർ നേത്രാലയ എന്ന് പറഞ്ഞ ആശുപത്രിയിലും അഗർവാളിനെയൊക്കെ കാണിച്ചു. അപ്പോൾ എന്തോ ഒരു പ്രശ്നം, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി വരുന്നത് പോലെ കണ്ണിൽ കാഴ്ച മങ്ങുന്നു, കാഴ്ച പൂർണ്ണമായി ബ്ലാങ്കായിട്ട് പിന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ പരിചരിച്ചു കൊണ്ടിരുന്ന കേരളം കണ്ട ദൈവതുല്യനായ ഡോക്ടർ KN പായ് എന്ന് പറയുന്ന ഡോക്ടറെ കാണുകയും അദ്ദേഹം പറഞ്ഞു, ഇനി ഈ കണ്ണിൽ ലൈറ്റുകൾ അടിക്കണ്ട, അതുകൊണ്ട് അഭിനയം അങ്ങ് നിർത്താൻ പറഞ്ഞു. അങ്ങനെ അഭിനയം നിർത്തിയ ആളാണ് സതീഷ് സത്യൻ. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പശുവിനെ അഴിച്ചു കിട്ടുന്ന റോളിലല്ല സതീഷ് സത്യൻ 4 സിനിമകളിലും അഭിനയിച്ചത്. ഏറെക്കുറെ നായകനായിരുന്നു അദ്ദേഹം 4 സിനിമകളിലും. മരണം വരെ അഭിനയിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെന്ന് അദ്ദേഹം സത്യമാഷിൻ്റെ അതേ സ്റ്റൈലിലാണല്ലോ സതീഷ് സത്യൻ സംസാരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ സത്യൻ ഫൗണ്ടേഷൻ്റെ പ്രോഗ്രാമിന് പോയപ്പോൾ അദ്ദേഹത്തിന് മുന്നിലൂടെയാണ് പോയത്. എനിക്കെന്തോ അദ്ദേഹത്തെ അങ്ങോട്ട് കയറി പരിചയപ്പെടാനൊരു ചമ്മൽ. ഞാൻ അതോട് പരിചയപ്പെട്ടില്ല. ജീവൻ സത്യനെയും കണ്ടു, പക്ഷേ പരിചയപ്പെട്ടില്ല. എന്നെ ആശാ ജീവൻ സത്യം വിളിച്ചിട്ടാണ് ഞാൻ ആ പ്രോഗ്രാമിന് പോയത്. നല്ല ഗാനമേളയൊക്കെ ആയിരുന്നു. സതീഷ് സത്യൻ്റെ നല്ല പ്രസംഗമായിരുന്നു. സത്യമാഷിനെ മിമിക്രിക്കാരെ ആക്ഷേപിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം രോഷത്തോടെ സംസാരിച്ചത്. എന്തായാലും ഞാൻ ഇന്നും ചെറുപ്പക്കാരനാണ് എന്നാണ് അദ്ദേഹം ആ മാതൃഭൂമി കൊടുത്ത ബൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അമ്മയിലൊരു മെമ്പർഷിപ്പ് കിട്ടാനായി ഇടവേള ബാബു ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ വിളിച്ച് ഇടവേള ബാബു സാറല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം ഈ സത്യമാഷിനെ പോലെയാണ്, എല്ലാവരും ബഹുമാനത്തോടെ വിളിക്കൂ. ബാബു സാറല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാൻ സതീഷ് സത്യൻ എന്ന് പറയും, എൻ്റെ പേര്. അയ്യോ ചേട്ടാ, എനിക്ക് അങ്ങനെ പറയണോ, സതീഷ് സത്യൻ എനിക്ക് അറിയാമല്ലോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞു. ബാബു വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചു. ഞാൻ വിളിച്ചത്, എനിക്കൊരാഗ്രഹമുണ്ട്, പറയണം ചേട്ടാ. എനിക്ക് നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ അംഗമായിരുന്നു എന്ന് പറയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതിനെന്താ ചേട്ടാ, എനിക്ക് യാതൊരു സാമ്പത്തിക നേട്ടവും വേണ്ട, നിങ്ങളുടെ കൈ നീട്ടവും ഒന്നും എനിക്ക് ആവശ്യമില്ല, ഓട്ടവകാശവും വേണ്ട, അമ്മയിൽ നിന്ന് വീട് വെച്ചും തരണ്ട, പക്ഷേ ഒരു ആനുകൂല്യവും പറ്റാത്ത ഒരു ഓണററി മെമ്പർഷിപ്പ് ആയാലും മതി.
നിങ്ങൾ ഞാൻ അമ്മയിലുണ്ടായിരുന്നു എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മെമ്പർഷിപ്പ് എന്തെങ്കിലുമൊക്കെ പ്രശ്നത്താൽ വേണ്ടാന്ന് വയ്ക്കുകയോ പുതുക്കാതെ പോകുന്നവർ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, മരിക്കുമ്പോൾ ചെങ്കൊടി പൊതിച്ച് മരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് പോലെ, ഞാൻ മലയാളത്തിലെ സിനിമാ നടീനടന്മാരുടെ സംഘടനയായ അമ്മയിൽ അംഗമായിരുന്നു എന്നുള്ള ഒരു പേരോടുകൂടി ഇവിടം വിടണം എന്നെനിക്ക് ആഗ്രഹമുണ്ടെന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ ന്യായമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ബാബു വളരെ കാര്യമായിട്ട് എല്ലാം സംസാരിച്ചിട്ട് പറഞ്ഞു, അതിനൊന്നും ഒരു പ്രശ്നമല്ല ചേട്ടാ ഒരു കത്ത് തരൂ, ഒരു മെയിൽ ചെയ്യൂ. അപ്പോൾ അദ്ദേഹം വളരെ വിശദമായ ഒരു മെയിൽ അയച്ചു. ഞാൻ മരിച്ചുപോയ അനശ്വരനായ നടൻ സത്യൻ്റെ മകനാണ്, 4 സിനിമകളിൽ നായകനായിരുന്നു. കണ്ണിൻ്റെ ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ട് ഞാൻ അഭിനയം നിർത്തി. പക്ഷേ എനിക്ക് അമ്മയുടെ ഒരു അംഗത്വം വേണം എന്ന ആഗ്രഹമുണ്ട്. ഒരു ഓണററി മെമ്പർഷിപ്പ് ആയാലും മതി. എനിക്ക് നിങ്ങളുടെ ഒരു ആനുകൂല്യവും വേണ്ട, ഓട്ടവകാശവും വേണ്ട, അംഗത്വം മാത്രം മതി എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു മെയിൽ അയച്ചു. ആ മെയിൽ അയച്ചു. എന്നിട്ട് വീണ്ടും ബാബുവിനെ വിളിച്ചു. ബാബു സാർ, ഞാൻ സതുൽ സത്യൻ. മെയിൽ കിട്ടി, ഞങ്ങൾ കമ്മിറ്റിയിൽ വെച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടോ ബാബു ഉഴപ്പി എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. മലയാള സിനിമയെ ഒരു കുടുംബാംഗമായി, മലയാള സിനിമയുടെ ഒരു കുടുംബാംഗമായി എന്നെ കാണണമെന്ന് എനിക്ക് അടങ്ങാത്ത ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ പപ്പ മലയാള സിനിമയിൽ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നടനായിരുന്നല്ലോ. എന്നു മാത്രമല്ല, ഞാൻ 3 മക്കളിൽ ക്യാമറയുടെ മുന്നിൽ നിന്ന് ഏക ആളുമാണ്. അപ്പോൾ എനിക്കൊരു അംഗത്വം തരണമെന്ന് പറഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ ബാബു ഒന്ന് ഉഴപ്പിയപ്പോൾ അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. കമ്മിറ്റിക്കാർ പറഞ്ഞു എന്ന്, അതിന് സതീർ സത്യൻ ഇപ്പോൾ അഭിനയിക്കുന്നില്ലല്ലോ, ഇപ്പോൾ അഭിനയിക്കാത്ത ആളിന് എന്തിനാ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. കൊട്ടാരക്കര ശ്രീധരൻ നായർ അടക്കമുള്ളവർ നേരത്തെ മരിച്ചത് നന്നായി എന്ന് ഞാൻ പറയും. ഇപ്പോൾ കൊട്ടാരക്കര ശ്രീധരൻ നായർ ജീവിച്ചിരിക്കുകയും അദ്ദേഹം ഒരു മെമ്പർഷിപ്പ് ചോദിച്ചിരുന്നെങ്കിലും അവർ ഇത് തന്നെ പറയും. നിങ്ങൾ വേലുത്തമ്പി തളവിയും ചെമ്പൻകുഞ്ഞും ഒക്കെ ആയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ 10-20 വർഷമായിട്ട് നിങ്ങൾ അഭിനയിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കും. എന്ത് ന്യായമായ വരട്ട് ചോദ്യം എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് അഭിമാനത്തോടെ കൊടുക്കേണ്ടതല്ലേ? സത്യൻ്റെ മകൻ സതീഷ് സത്യൻ ഞങ്ങളുടെ അമ്മയിലെ ഒരു മെമ്പറാണെന്ന് പറയുന്നത് അഭിമാനത്തോടെ കാണണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് അങ്ങനെ വാശി വേണമെന്നില്ല. നിങ്ങൾക്ക് സത്യനെ പോലും ചിലപ്പോൾ അഭിമാനത്തോടെ കാണാൻ തോന്നുന്നില്ലായിരിക്കും. നിങ്ങൾക്ക് ഈ വർത്തമാന കാലത്തെ ഞഞ്ഞാവിഞ്ഞ നടന്മാർ മതിയല്ലോ, നിങ്ങൾക്ക് നടന്മാർ മതി. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സത്യനൊന്നും ഒരു വില കാണില്ലായിരിക്കും ആ സംഘടനയ്ക്ക്. പക്ഷേ ചെയ്തത് മോശമായിപ്പോയി എന്ന് ഞാൻ പറയും. കാരണം ഇടവേള ബാബു എന്തായാലും ഉഴപ്പി, മെയിൽ അയച്ചിട്ടൊന്നും ഒരു കൃത്യമായ മറുപടിയും കൊടുത്തില്ല. മോഹൻലാലും അറിഞ്ഞിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ ടി പി മാധവനെ കാണാൻ മോഹൻലാൽ പോകണം, ഗാന്ധി ഭവനിൽ ചെന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ മോഹൻലാൽ പോയി കാണാത്തത്. അതുപോലെ നമ്മൾ ഏത് കാര്യങ്ങൾ പറഞ്ഞാലും ആദ്യം ശരി ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ മറ്റേ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന ഒരുത്തുണ്ടല്ലോ, അവൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വിചാരിക്കരുതേ ദയവ് ചെയ്ത്. കഴിയുമെങ്കിൽ സതീർ സത്യനൊരു മെമ്പർഷിപ്പ് കൊടുക്കുക. നിങ്ങളുടെ 10 പൈസ വേണ്ട, നിങ്ങളെ കൈനീട്ടവും വേണ്ട, നിങ്ങളെ വീടും വേണ്ട, ഒരു വോട്ടും വേണ്ട. അദ്ദേഹത്തിൻ്റെ ഒരു മെമ്പർഷിപ്പേ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിക്കുന്നില്ല. അമ്മയിൽ അംഗമായിരുന്നു എന്ന് അറിയണം, അതൊരു അഭിമാനമാണെന്ന് അദ്ദേഹം കരുതുന്നു. നിങ്ങൾക്കത് അഭിമാനമാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല. എന്തായാലും ന്യായമായ ഒരു വലിയ മഹാനായ ഒരു നടൻ്റെ മകൻ, സിനിമയിൽ അഭിനയിച്ചിരുന്ന ഒരു നടൻ, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളാൽ മാറി നിൽക്കേണ്ടി വന്നപ്പോൾ എന്നാലും എനിക്ക് അമ്മയിലൊരു അംഗത്വം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈസയുടെ ചിലവില്ലല്ലോ. അദ്ദേഹം മധുസാറിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചാണ് പോയി കാണാത്തതെന്ന് പറഞ്ഞു. മധുസാറെന്നും പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ഒരുത്തനും കേൾക്കില്ല. ഏത് മധുസാർ, അങ്ങനെ വേറെ ജോലിയില്ലേന്ന് കേൾക്കും. ഞങ്ങൾ 20 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ, ഞങ്ങളല്ലേ മലയാള സിനിമ ഇപ്പം നയിക്കുന്നത്, ചുമക്കുന്നത്. ഞങ്ങൾ തീരുമാനിക്കും. സതീർ സത്യനെന്നല്ല ഒരുത്തനും മെമ്പർഷിപ്പ് കൊടുക്കില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നേ? അതാണ് അവസ്ഥ. വേണമെങ്കിൽ ഞാനൊരു അമ്മയിൽ മെമ്പർഷിപ്പുള്ള കുറേ പേരുടെ ലിസ്റ്റ് വേണമെങ്കിൽ അല്പം മെനക്കെട്ടാൽ ഞാൻ തരാം. അവരൊക്കെ ക്യാമറയുടെ മുന്നിൽ സ്റ്റാർട്ടിനും കട്ടിനും നിന്നിട്ട് 10-25 വർഷമായവരെ വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ തരാം. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും സതീർ സത്യനെ പോലെ ഒരു കലർപ്പില്ലാത്ത ഒരു മനുഷ്യനോട് പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന പക്ഷക്കാരനാണ് ഞാൻ. കഴിയുമെങ്കിൽ പുതിയ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സതീർ സത്യനുമായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിനൊരു ഓണററി മെമ്പർഷിപ്പെങ്കിലും, നിങ്ങൾക്കെതിരായി വന്ന് മത്സരിക്കില്ല, നിങ്ങൾക്കെതിരായി വോട്ട് ചെയ്യില്ല, നിങ്ങളുടെ കൈനീട്ടം വേണ്ട, നിങ്ങളുടെ വീട് വേണ്ട, ഒന്നും വേണ്ട. കാഴ്ചയ്ക്ക് പരിമിതികളുണ്ട്, അദ്ദേഹം എറണാകുളത്തൊന്നും ബുദ്ധിമുട്ടിക്കുകയില്ല. ഒരംഗത്വം കൊടുക്കണമെന്നാണ് താഴ്മയായി എനിക്ക് പറയാനുള്ളത്. ആരുടെ അത് പറയാനൊന്നും ചോദിക്കരുത്, മോശമാണ്. അത് ശരിയല്ല. ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ കാണിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയും. നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്. മലയാള സിനിമ കണ്ട ഏറ്റവും സുന്ദരിയായ, വശ്യസുന്ദരിയായ നായിക ആര് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ജയഭാരതി ചേച്ചിയാണെന്ന്.
അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പലർക്കും. ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്ന് സിന്ധുവായിട്ട് സംസാരിച്ചു, ഷീലാമ്മയെക്കുറിച്ചും ശാരദാമ്മയെക്കുറിച്ചും. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ ശാരദാമ്മയുമായിട്ട് സിന്ധു സംസാരിച്ചിരുന്നു. രാവിലെ ശാരദാമ്മയെ സിന്ധു വിളിച്ചു, അവർ ഫോൺ എടുത്തില്ല. കുറേ കഴിഞ്ഞപ്പോൾ ശാരദാമ്മ തിരിച്ചു വിളിച്ചു, സിന്ധു ഫോൺ എടുത്തില്ല, സിന്ധു എന്തോ തിരക്കിലായിരുന്നു. മിസ് കോൾ കണ്ട് സിന്ധു വീണ്ടും തിരിച്ചു വിളിച്ചു, ശാരദാമ്മ എടുത്തില്ല. വീണ്ടും കുറേ കഴിയുമ്പോൾ ശാരദാമ്മ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ ഈ അമ്മയ്ക്കൊരു താരാട്ടം എന്ന് പറഞ്ഞ സിനിമ ചെയ്ത കാലം മുതൽ ശാരദാമ്മയും സിന്ധുവായിട്ട് നല്ല ബന്ധമാണ്. അതുപോലെ തന്നെ ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് ഷീലാമ്മയെ പരിചയപ്പെട്ടപ്പോൾ എന്തുകൊണ്ടോ സുരേഷ് ഉണ്ണിത്താൻ ചേട്ടൻ്റെ ഭാര്യ അടക്കം ഒരു ടീമായിട്ട് ആ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ എന്തുകൊണ്ടോ ഷീലാമ്മയ്ക്ക് സിന്ധുവിനെ ഇഷ്ടപ്പെട്ടു. സിന്ധുവിനോട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? സിന്ധു പറഞ്ഞില്ല. അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? സിന്ധു പറഞ്ഞില്ല. സിനിമയിലൊക്കെ അഭിനയിക്കാമായിരുന്നു, നല്ല മുഖമല്ലേ എന്നൊക്കെ പറഞ്ഞ് സിന്ധുവിനോട് ഒരുപാട് നേരം സംസാരിച്ചിട്ട് സിന്ധുവിനോട് ഷീലാമ്മ കേൾക്കണം, നമുക്ക് രണ്ടുപേർക്കും ഒരു ഫോട്ടോ എടുക്കാം. എന്നിട്ട് ഷീലാമ്മയുടെ കൂടെ വന്ന ഒരാളിനോട് നല്ല 2 ഫോട്ടോ എടുക്കുക. അദ്ദേഹം ഫോട്ടോ എടുത്തു, മോക്ക് അയച്ചു കൊടുക്കുക. സിന്ധുവിന് അയച്ചു കൊടുത്തു. സിന്ധു ഇതുപോലെ കൊണ്ട് കിടക്കുക ആ ഫോട്ടോ. അപ്പോൾ ശാരദാമ്മയായിട്ട് സ്ഥിരമായിട്ട് വിളിക്കും. പക്ഷേ ഈ ഷൂട്ടിങ്ങിനിടയിലുള്ള തിരക്കിൽ എനിക്ക് ശാരദാമ്മയുടെ അടുത്ത് സിന്ധുവിനെ കൊണ്ട് കാണിക്കാൻ കഴിഞ്ഞില്ല. കാണിക്കാമെന്നൊക്കെ ഞാൻ വാക്ക് പറഞ്ഞു, കാണിച്ചില്ല. ഇന്ന് ശാരദാമ്മയായിട്ട് ഒരുപാട് നേരം സംസാരിച്ചപ്പോൾ ശാരദാമ്മ ചോദിച്ചു, എൻ്റെ നമ്പരൊന്നും നീ കളഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചു നീ ഒരുപാട് കാലമായില്ലേ എന്നെ വിളിക്കാതായിട്ട്, ദിനേശ് എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അനാരോഗ്യമുണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് ഇനി വരികയാണെങ്കിൽ മോളെ ഞാൻ കണ്ടിരിക്കുമെന്നൊക്കെ സിന്ധുവിന് വാക്ക് കൊടുത്തു. അപ്പം ഞാനെവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ സിന്ധു പറഞ്ഞത് സ്റ്റുഡിയോയിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ നടത്തുകയാണല്ലോ, അതിൽ ഇന്ന് ചെയ്യുന്നത് ജയഭാരതിയെക്കുറിച്ചാണ്. അയ്യോ, നല്ല സ്ത്രീയാണ് ജയഭാരതി. അവളെ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്നു. നല്ല പെരുമാറ്റമാണ്, ഒരുപാട് നല്ല സ്വഭാവ ഗുണങ്ങളുള്ളവളാണ് ഭാരതി എന്ന് പറഞ്ഞ് ജയഭാരതിയെക്കുറിച്ച് ശാരദാമ്മ ഒരുപാട് നേരം സിന്ധുവിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമിൽ ജയഭാരതിയെക്കുറിച്ചാണ്, അവരെക്കുറിച്ച് ശാരദാമ്മ ഒരു സഹപ്രവർത്തക പറയുന്ന നല്ല വാക്കുകൾ കേട്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി. ഞാൻ ഭാരതി ചേച്ചിയായിട്ട് ഒരു പടത്തിലും വർക്ക് ചെയ്തിട്ടില്ല. ജയഭാരതി എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന 2-3 വിഷ്വലുകളുണ്ട്. ഞാൻ 2-3 വിഷ്വലുകളെന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ, ഇത് കണ്ടോണ്ടിരിക്കുന്നവരുടെ മനസ്സിൽ വരുന്നത് രതി ചേച്ചിയെ ഓർമ്മ വരും എന്നായിരിക്കും. അല്ല, ചാലയിൽ, ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിൽ പാണ്ഡ്രങ്ക സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു വലിയ കടയുണ്ട്. അവർ രശ്മി എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ് അതിൻ്റെ വേറൊരു ഉപകട തുടങ്ങി, ഫർണിച്ചറൊക്കെ വിൽക്കുന്നത്. ആ കട ഉദ്ഘാടനം ചെയ്തത് ജയഭാരതി ആയിരുന്നു. നമ്മളന്ന് എന്താ പറയുക, വീട്ടിലറിയാതെ സിനിമയൊക്കെ കണ്ടു കിടക്കുന്ന കാലമാണ്. ജയഭാരതി ചേച്ചി വരുന്നു എന്ന് പറഞ്ഞ് അവിടെ കാത്തു നിന്നു. പറഞ്ഞ സമയവും വൈകിയാണ് ചേച്ചി എത്തിയത്. നമ്മൾ ഞെട്ടിപ്പോകും കണ്ടാൽ. കാരണം നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന അമ്മയും സഹോദരിയൊക്കെ പോലെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് ഒരു സാധാരണ ഒരു ഗ്ലാമറുമില്ലാത്ത ഭാരതി ചേച്ചിയാണ് ആ കട ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. അവിടെ വേറൊരു കട ഉദ്ഘാടനം ചെയ്യാൻ വന്ന പ്രമികളായിരുന്നു. അവർ വലിയ കറുത്ത കട്ടി MGR വയ്ക്കുമ്പോഴത്തെ കൂൾ ഗ്ലാസ്സൊക്കെ വെച്ചാൽ വന്നത്, സിനിമയുടെ പകിട്ടോടെ വന്നത്. പക്ഷേ ഭാരതി ചേച്ചി വന്നത് കണ്ടപ്പോൾ നമുക്കറിയാതെ അവരോടൊരു ബഹുമാനം തോന്നും. കാരണം നമ്മുടെ വീട്ടിനടുത്തുള്ള അപ്പുറത്തുള്ള ചേച്ചിയെ പോലെ അവിടെ കൂടിയ ആളുകളെല്ലാവരും നോക്കി ചിരിച്ചുകൊണ്ട് ചേച്ചി വിളക്കൊക്കെ കൊളുത്തി റിബണൊക്കെ കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്തിട്ട് കയറിയും പോയി. ഭാരതി ചേച്ചിയെക്കുറിച്ച് ആലോചിച്ചാൽ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ആ വിഷ്വലാണ്. അതുപോലെ ഈ അടുത്ത കാലത്ത് സാബു എന്ന് പറഞ്ഞ മണ്ണൂത്തിയിലുള്ള, ഞാൻ സാബു മണ്ണൂത്തി എന്നാണ് പറയുന്നത്, എന്നെ വിളിക്കുമ്പോഴും അങ്ങനെയാണ്, ഹലോ ഞാൻ സാബു മണ്ണൂത്തി എന്ന് പറയും. എനിക്ക് ഗുരുവായൂരപ്പൻ്റെ എല്ലാ വർഷമുള്ള ഡയറിയൊക്കെ വാങ്ങി അയച്ചിരുന്ന ആളാണ്. ഞങ്ങൾ നേരി കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് എന്നെ സാബു മണ്ണൂത്തി വിളിച്ചപ്പോൾ പറഞ്ഞു, ചോറ്റാനിക്കര അമ്പലത്തിൽ മകം തൊഴാനായിട്ട് ഭാരതി ചേച്ചി വന്നിരുന്നു. ഒരു സിനിമയുടെ പകിട്ടുമില്ലാതെ കൂടെ വന്ന ആളുകളുമായിട്ട് ഇങ്ങനെ 1-2 പേര് കൂടെ ഉണ്ട്. അവരെ കൂടെ നടന്നു പോകുമ്പോൾ സാബു പോയി പരിചയപ്പെട്ടു. ഒരുപാട് നേരം സാബുവിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2023 കഴിഞ്ഞ വർഷത്തെ അമ്മ ജനറൽ ബോഡിയിൽ ചേച്ചി പങ്കെടുത്തിരുന്നു. അപ്പോൾ ശാരദാമ്മയോ ഷീലാമ്മയോ ഒന്നും ഈ ജനറൽ ബോഡിയിൽ പങ്കെടുക്കുന്നവരല്ലല്ലോ. ഭാരതി ചേച്ചി പങ്കെടുത്തു എന്ന് മാത്രമല്ല, ലാലു ലക്സ് ആദ്യമായിട്ട് അഭിനയിച്ചത് എന്നെ പെണ്ണ് കാണാൻ വരുന്ന മുറച്ചെറുക്കനായിട്ടാണെന്നൊക്കെ പറഞ്ഞ് വളരെ കുശലങ്ങളൊക്കെ പറഞ്ഞ് ക്യാമറയുടെ മുന്നിൽ
ആ ഹൈദരാലിയുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവരൊരു സജഷൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി. അമ്മയിൽ കൈനീട്ടം കൊടുക്കുന്നത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാവൂ. ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ വാങ്ങരുത്. അതൊരു ന്യായമല്ല എന്നൊരു 100% അവർ പറഞ്ഞത് വളരെ ന്യായമായ കാര്യമായിരുന്നു. കാരണം മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത, ഒരു നേരത്തെ ചായ കുടിക്കാൻ നിവൃത്തിയില്ലാത്ത, ഒരു വരുമാനവും ഇല്ലാത്ത ആളുകളാണ് സത്യത്തിൽ കൈനീട്ടം വാങ്ങേണ്ടത്. പക്ഷേ അമ്മ തരുന്നൊരു അവകാശമാണെന്ന് പറഞ്ഞിട്ട് സർക്കാരിന് വർഷം തോറും ഇൻകം ടാക്സ് കൊടുക്കുന്നവർ പോലും, ഒരു സീരിയലിലായാൽ പോലും ദിവസം 5000 രൂപ വാങ്ങുന്നവർ പോലും കൈനീട്ടം വാങ്ങുന്നത് ന്യായമല്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഭാരതി ചേച്ചി അത് പറഞ്ഞു. എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രളയ ദുരിതമുണ്ടായി കേരളം വെള്ളത്തിനടിയിൽപ്പെട്ട് നിൽക്കുന്ന കാലത്ത് അമ്മ എന്ന് പറഞ്ഞ സംഘടനയും മമ്മൂട്ടിയും ദുൽഖറും മോഹൻലാലും മാത്രമാണ് മലയാള സിനിമയിൽ നിന്ന് അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. എന്നാൽ തമിഴിൽ നിന്ന് സൂര്യ, കാർത്തിക്, കമൽഹാസൻ, വിജയ് സേതുപതി, ധനുഷ്, ശിവ കാർത്തികേയൻ, സുശാന്ത് സിംഗ്, അല്ലു അർജുൻ തുടങ്ങിയവരൊക്കെ സാമ്പത്തികമായിട്ട് സഹായിച്ചു സർക്കാരിനെ. ഒരു മടിയുമില്ലാതെ, എത്രയോ വർഷമായി ഭാരതി ചേച്ചി ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ഒരു മടിയുമില്ലാതെ ഭാരതി ചേച്ചി മദ്രാസിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രിയെ പോയി കണ്ട് 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ഇതൊക്കെയാണ് എനിക്ക് ജയഭാരതി എന്ന് പറഞ്ഞ നടിയോട് ബഹുമാനം ഉണ്ടാവാൻ കാര്യം. കുറേ കാലമായി ചേച്ചി സിനിമയിൽ അഭിനയിക്കാതായിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ ആൾക്കാരുമായിട്ട് ചേച്ചിക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ലായിരിക്കാം. അല്ലെങ്കിൽ എന്തായാലും ജീവിക്കാനുള്ള നല്ല വകയുണ്ടാക്കി. ഒരു മകനേ ഉള്ളൂ, കൃഷ്. അപ്പോൾ ഉണ്ണി എന്ന് വിളിക്കുന്ന ആ മകനാണെങ്കിൽ വിദേശത്തെവിടെയാണ്. ഇപ്പോൾ സുഖമായി ജീവിക്കാനുള്ളപ്പോൾ എന്തിനി ഈ കോപ്പറേറ്റീവ് സിനിമകളിൽ, ഇപ്പോഴത്തെ തല്ലിപ്പൊളി സിനിമകളിൽ പോയി മുഖം കാണിച്ച് പേര് കളയുന്നതെന്ന് ചേച്ചി ആലോചിച്ച് കാണും. ജയഭാരതി ചേച്ചിക്ക് 70 വയസ്സ് തികഞ്ഞതുകൊണ്ടാണ് ഇപ്പം തന്നെ ചേച്ചിയെക്കുറിച്ചൊരു പ്രോഗ്രാം ചെയ്യണമെന്ന് തോന്നിയത്. 1950-ലാണോ 52-ലാണോ ചേച്ചി ജനിച്ചതെന്നാൽ 52-ലാണോ 54-ലാണോ ജനിച്ചതെന്നുള്ളൊരു തർക്കമുണ്ട്. ചേച്ചിക്ക് ഇപ്പോൾ 72 വയസ്സായെന്നും 70 വയസ്സായെന്നും പറയുന്നവരുണ്ട്. എന്തായാലും ആരെയും ശല്യപ്പെടുത്താതെ, ഒരു പരിഭവവും പറയാതെ, മദ്രാസിലെ കൊട്ടാര തുല്യമായ വീട്ടിൽ ഒറ്റയ്ക്ക് ജോലിക്കാരുമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്നു ചേച്ചി. ജയഭാരതി ചേച്ചിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാൽ പഴയകാല ആൾക്കാരൊക്കെ പറയുന്നത് ആരെയും സംശയദൃഷ്ടിയോടെ മാത്രമേ ജയഭാരതി ശ്രദ്ധിച്ചിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഒരാളെയും ചേച്ചി വിശ്വസിച്ചിരുന്നില്ല. കാരണം വിശ്വസിച്ചവരൊക്കെ ചേച്ചിയെ ഒരുമാതിരി പറ്റിച്ച് കാണും. അതായിരിക്കും വിശ്വസിക്കാത്തത്. വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് ജയഭാരതിക്ക് സ്വയം ബോധ്യപ്പെട്ടാൽ മാത്രമേ ആരുമായും അവർ അടുപ്പം കാണിക്കൂ. സത്താറിനെ അത്രയ്ക്ക് പൂർണ്ണമായി ജയഭാരതി വിശ്വസിച്ചിരുന്നില്ല എന്ന് പറയുന്നു. അവരുടെ ഭർത്താവായിരുന്നല്ലോ. മതം മാറൊക്കെ ചെയ്തല്ലോ ചേച്ചി. 2 മതം മാറേണ്ടി വന്നിരിക്കാം. കാരണം ആദ്യം ഒരു ക്രിസ്ത്യാനിയുമായിട്ടായിരുന്നല്ലോ ചേച്ചിയുടെ ദാമ്പത്യ ജീവിതം. അവരല്ല എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷേ എല്ലാവർക്കും അറിയാം, ഒരു നിർമ്മാതാവ്. അത് കഴിഞ്ഞ് അയാളുടെ എതിർപ്പ് വഹിക്കാതെയാണല്ലോ സത്താറുമായിട്ട് പ്രണയബന്ധത്തിലാവുകയും സത്താറിനെ വിവാഹം കഴിക്കുകയും ചെയ്തത്. അങ്ങനെ മുസ്ലിമായി ചേച്ചി. പക്ഷേ ചേച്ചി ഒന്നും ജയഭാരതി തന്നെ. നദീറ എന്ന എന്തോ പേരൊക്കെ മാറ്റി. പക്ഷേ അവിടെയെങ്ങും അത് ഏറ്റില്ല. സത്താറിന് ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചേച്ചി എന്നല്ല ആര് പറഞ്ഞാലും ഞാൻ പറയുന്നത് സത്യമാണ്. സത്താറിന് ഒരുപാട് ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് നിയന്ത്രണമില്ലാത്ത മദ്യപാനവും തന്നെയായിരുന്നു. മദ്യപാന ആസക്തിയെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ വലയം എന്ന് പറഞ്ഞ സീരിയലിൽ സത്താർക്ക് അഭിനയിച്ചു. ഞാനോട്ട് നല്ല ബന്ധമാണ്. ഭയങ്കര കുസൃതിയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ചിരിക്ക് കൊടുക്കണം പൈസ. ഞാൻ അക്കാലത്ത് ഷാർജയിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് ഒരാൾ വലിയ വില കൂടിയ ഒരു മദ്യം തന്നിരുന്നു, മദ്യക്കുപ്പി. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് തന്നു. രഹസ്യമായിട്ടൊക്കെ കഴിക്കുന്നവനാണെന്ന് വിചാരിച്ചതാണ്. ഞാനിത് വീട്ടിൽ കൊണ്ട് വച്ചിരുന്നു. വലയം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, ദിനേശിൻ്റെ ഒരു വലിയ വില കൂടിയ ഒരു മദ്യക്കുപ്പി ഇരിപ്പുണ്ടെന്ന്. സത്താർക്ക് എൻ്റെ പുറകെ നടക്കും. വർത്തമാനങ്ങളൊക്കെ പറയും, ദിനേശ് അതിങ്ങി താ ദിനേശിന് എന്തിനാത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ശാന്തവിളി ഷൂട്ടിംഗ് നടക്കുമ്പോൾ എനിക്ക് തോന്നി പാവാൻ കൊടുക്കാമെന്ന്. ഞാൻ വീട്ടിൽ പോയി ആ വലിയ മദ്യക്കുപ്പി എടുത്തിട്ട് വന്നു. ഇത്ര പൊക്കമുള്ള കുപ്പിയാണ്. ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ കയ്യും വീശി പോകുന്നു. അപ്പോൾ ഞാൻ കോസ്റ്റ്യൂമറിൻ്റെ കയ്യിലാണ് ആ കുപ്പി കൊടുത്തിരുന്നത്. ഞാൻ അത് കൊടുത്തില്ലേ എന്നിട്ട് കൊടുത്തു സാർ. പിന്നെന്താ അയാൾ കയ്യും വീശി പോണ സാർ? 2 കാലിൻ്റെ ഇടയിൽ ഈ കുപ്പി വെച്ചിട്ടാണ് ആ മനുഷ്യൻ അങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് അതിശയം തോന്നിപ്പോയി. കാരണം അല്പം തെറ്റിയാൽ താഴെ വീണാൽ പൊട്ടും.
കൂളായിട്ട് കൈയും വീശി നടന്നു പോകുന്നു. രണ്ട് കാലിൻ്റെ ഇടയിലിരിക്കുക ഈ കുപ്പി. ആർക്കും പിടിയിട്ടില്ല. ഒരു കുപ്പി കാലിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് പുള്ളി നടന്നു പോകുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി സത്താർക്ക് ആൾ ജപ്പാനാണെന്ന്. അതുപോലെ രതീഷ് അടക്കമുള്ള, ശിവജി അടക്കമുള്ള ഒരു നല്ല ടീം കമ്പനി കൂടുന്നതിൽ സത്താർക്ക് എന്നും അവരോടൊപ്പമായിരുന്നു കമ്പനി. രതീഷായാലും ശിവജി ആയാലും ഒക്കെ ഈ മദ്യത്തിന് അടിമപ്പെട്ടവരാണല്ലോ. അതുകൊണ്ട് തന്നെ ജയഭാരതിക്ക് സത്താറിനെ വിശ്വസിക്കാൻ അല്പം വൈഷമ്യമുണ്ടായിരുന്നു. സത്താറിൻ്റെ പോക്ക് അത്ര നല്ല രീതിയിലല്ല എന്ന് ഇരുവരുടെയും വേണ്ടപ്പെട്ടവരോട് ഇടയ്ക്കിടയ്ക്ക് ഭാരതി ചേച്ചി വാണിംഗ് കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നു. ആരെങ്കിലും പരിചയക്കാരെ കാണുമ്പോൾ ആ സത്താറിൻ്റെ പോക്ക് ശരിയല്ല കേട്ടോ, നിങ്ങളുടെ കൂട്ടുകാരൻ ആൾ ശരിയല്ല എന്ന് പറയുമായിരുന്നു. സത്താറിനാണെങ്കിൽ ജയഭാരതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവന് തുല്യം സ്നേഹമായിരുന്നു എന്ന് ഞാൻ പറയും. ഒരിക്കൽ പോലും അദ്ദേഹം ജയഭാരതി എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, ഭാരതി എന്നേ പറയുള്ളൂ. അയ്യോ, എന്തോ ഭാരതി ചേച്ചിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് 100 നാവാണ്. സത്താർ ജയഭാരതിയോടൊപ്പം ജീവിച്ചിരുന്നിട്ട് അവിടുന്ന് അകന്നിട്ട് ഒരിക്കലും സൂട്ടബിളാകാത്ത 2 വിവാഹം പിന്നെയും നടത്തി. ഒരാവശ്യമില്ലാതെയാണ് 2 വിവാഹം പിന്നെയും നടത്തി. അതിൽ തിരുവനന്തപുരത്ത് ഒരു സീരിയൽ നടിയെ കെട്ടി 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അത് കളഞ്ഞു. അത് കഴിഞ്ഞ് ആലുവയിൽ പോയിട്ട് ജീവിതാവസാനം വേറൊരാളുണ്ടായിരുന്നു. അതിനിടയിൽ സാമ്പത്തിക ക്രമക്കേടുകളിൽ പെട്ട് കേസിലൊക്കെ പ്രതിയാവുകയും മൊത്തത്തിൽ ജീവിതം സുഖകരമല്ലാതെ പോകുമ്പോഴും സത്താർ എന്ന് പറഞ്ഞ മനുഷ്യൻ ഭാരതിയെ വല്ലാണ്ട് സ്നേഹിച്ചിരുന്നു എന്നുള്ളത് 100% സത്യം. അതെനിക്ക് തോന്നുന്നു ഭാരതി ചേച്ചിക്ക് അറിയാമെന്ന് തോന്നുന്നു. മകൻ ഉണ്ണിയോട് ഉള്ളതിനേക്കാൾ സ്നേഹമായിരുന്നു ജയഭാരതിയോട്. പക്ഷേ ഒരു ഭാര്യയ്ക്ക് പൊറുക്കാൻ കഴിയാത്ത ചില കള്ളത്തരങ്ങൾ സത്താറിൽ നിന്നുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം അത് തുടരുകയും ചെയ്തതാണ് ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്ന് പറയാം. സത്താർ ജയഭാരതി ബന്ധം വേർപിരിഞ്ഞു എന്ന വാർത്ത പത്രങ്ങളിലൊക്കെ വന്നു തുടങ്ങി. ആ വാർത്ത എപ്പോഴായാലും വരും എന്നുറപ്പിച്ചിരുന്ന സിനിമാക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇത് നീളം പോകില്ല, ആൾ സത്താറല്ലേ കൂടെ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഏത് സമയവും ആ വാർത്ത വരാം എന്ന് പ്രതീക്ഷിച്ചവർ സിനിമയിൽ തന്നെ ഉണ്ടായിരുന്നു. വേർപിരിഞ്ഞു എന്ന വാർത്തയ്ക്ക് ശക്തി പകർന്നു തരുന്ന ഒരു ജീവിത രീതി പിന്നീട് സത്താറിൽ നിന്നുണ്ടായി. ഭാരതിയും മകൻ ഉണ്ണി എന്ന കൃഷ് ജെ സത്താറും വീട്ടിലും സത്താർ നുങ്കമ്പക്കം പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള സിനിമാക്കാർ താമസിക്കുന്ന രാജ് ഹോട്ടലിലുമായിരുന്നു കുറച്ച് നാൾ താമസിച്ചിരുന്നത്. അപ്പോഴാണ് ഈ വേർപിരിവ് എന്നുള്ള ഗോസിപ്പ് പുറത്തു വന്നത്. കാരണം ജയഭാരതിയും മകനും വീട്ടിലും സത്താർ രാജ് ഹോട്ടലിലും. എല്ലാ ദിവസവും ജയഭാരതിയും മകനും ഹോട്ടലിലെത്തും. ജയഭാരതി കാറിലിരിക്കും, മകൻ സത്താറിൻ്റെ മുറിയിലേക്ക് ചെല്ലും. മകൻ ഇറങ്ങി വരുമ്പോൾ അമ്മയും മകനുമായിട്ട് ആ കാറിലങ്ങ് മടങ്ങും. എന്താ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്ന് ജയഭാരതിയോട് ആരെങ്കിലും തിരക്കിയാൽ അക്കാലത്ത് മറുപടി വെറും കരച്ചിൽ മാത്രമായിരുന്നു. ഭാരതിക്ക് സംശയമാണെല്ലാം എന്നാകും സത്താറിൻ്റെ മറുപടി. കാരണം ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും പട്ടിണിയിലൂടെയും ഒക്കെ വളർന്നു വന്നൊരു ബാല്യമുണ്ട് ഭാരതി ചേച്ചി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരു കാശിൻ്റെ അഹങ്കാരമുള്ള ഒരാൾ ഔദ്യോഗികമല്ലാത്ത ഭാര്യയായി മദ്രാസിൽ ജയഭാരതിയെ വെച്ചു. അതും എവിടെയൊക്കെയോ ഒരുപാട് പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളുണ്ടായി തകർന്നു. അടുത്ത് വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് പ്രേമിച്ച് സ്നേഹിച്ച് മനസ്സുകൾ പങ്കിട്ട് കല്യാണം കഴിച്ച സത്താറിൽ നിന്നും തിരിച്ചത് കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും പാവമല്ലേ, ചേച്ചി കരയുമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ സത്താറിനോട് ചോദിച്ചാൽ സത്താർ പറയുന്നത് ഭാരതിക്ക് എന്നെ സംശയമാണ്, അതുകൊണ്ടാണ് ഈ അകൽച്ച എന്നാണ് പറയുന്നത്. സംശയിക്കാനുള്ള എല്ലാ പണിയും ചെയ്തു വയ്ക്കുന്നത് സത്താറാണ്. സത്താറിൻ്റെ സിനിമാ സുഹൃത്തുക്കൾ ശരിയായവർ ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല. ശരിയായിരുന്നവരായിരുന്നില്ല സത്താറിൻ്റെ കൂട്ടുകാർ. ഞാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്, പക്ഷേ ചതിക്കാൻ ഞാൻ നിന്നു കൊടുക്കില്ല എന്നായിരുന്നു അക്കാലത്ത് ജയഭാരതി പറഞ്ഞിരുന്നത്. കുറേ കാലം സത്താർ തിരുവനന്തപുരത്തായിരുന്നു താമസം. ആ സമയത്തൊക്കെ പരമാവധി അദ്ദേഹത്തെ കാണാതെ മുങ്ങിയടക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വലിയ മക്കളൊക്കെ ഉള്ള ഒരു നടിയെ ഭാര്യയായി സ്വീകരിച്ചു തിരുവനന്തപുരത്ത്. പിന്നെ അത് ഉപേക്ഷിച്ച് പോകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം അതിനു മുമ്പ് അവരൊരു സീരിയൽ സംവിധായകൻ്റെ ഭാര്യയായിരുന്നു. അതിനു മുമ്പ് വേറെ ആരുടെ ഭാര്യയായിരുന്നു. അത് കഴിഞ്ഞ് സത്താർ ആലുവയിലേക്ക് താമസം മാറി. വലയത്തിന് വന്നുകൊണ്ടിരുന്നത് ആലുവയിൽ നിന്നായിരുന്നു. കൃത്യമായിട്ട് ഒരു ദിവസം എന്നെ പറ്റിച്ചിട്ടില്ല, കൃത്യമായിട്ട് വരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചിരി കാണുമ്പോഴൊക്കെ എനിക്കൊന്നാമത് ഈ ശരപഞ്ചരമൊക്കെ കണ്ട് വളർന്ന ആളല്ലേ നമ്മളൊക്കെ. ഇനി എത്ര സന്ധികൾ, അതൊക്കെ സത്താർക്കയുടെ നല്ല കുറേ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ദീപം, ജയൻ്റെ അനുജനായിട്ട്
സത്താർ. അങ്ങനെ കുറേ സിനിമകൾ കണ്ടിട്ടുള്ളതുകൊണ്ട്, പ്രത്യേകിച്ചും നെല്ലിക്കോടൻ ഭാസ്കരൻ്റെ മകനായിട്ട് ശരപഞ്ചരത്തിലെ നായകൻ രാജശേഖരൻ എന്ന് പറയുന്ന ജയനുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നിടത്തൊക്കെ സത്താർ എന്താ പെർഫോമൻസ് ആയിരുന്നു. ആലുവയിൽ നിന്ന് വന്നിട്ട് എന്നെ ഒരു ദിവസവും അദ്ദേഹം എനിക്ക് തലവേദന ഉണ്ടാക്കിയിട്ടേ ഇല്ല. എൻ്റെ സെറ്റിൽ 100% മാന്യനായിരുന്നു സത്താർ എന്ന് ഞാൻ പറയും. 100% വളരെ മാന്യമായിട്ട്, ഒരു തലവേദനയും ഇല്ലായിരുന്നു അദ്ദേഹം. ഒരു നടിയോടും ചങ്ങാത്തമോ ആവശ്യത്തിലധികം സംസാരമോ ഒന്നുമില്ലാത്ത മാന്യനായിരുന്നു സത്താർ. പിന്നെ അറിഞ്ഞു അദ്ദേഹം വേറെ വിവാഹം കഴിച്ചു, കേസുകൾ, അറസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സത്താർ രോഗിയായി. വേറൊരാളുടെ ഭർത്താവായിട്ടും ജയഭാരതി ആശുപത്രി കിടക്കയിലും മരണ വീട്ടിലുമൊക്കെ മകനുമായി സഹകരിച്ചു. സത്താർ മരിച്ചപ്പോഴും സത്താർ അന്ത്യ നാളുകൾ അടുക്കുമ്പോഴും ഒക്കെ വേറൊരാളുടെ ഭാര്യയായിട്ട് പോലും അവർ സത്താറിനെ മറന്നില്ല എന്നുള്ളതാണ്. ആ മാന്യത അവർ കാണിച്ചു. അതിൽ തീർച്ചയായിട്ടും ഭാരതി ചേച്ചി അഭിനന്ദിക്കണം. ജയഭാരതി ചേച്ചി എന്ന് നമ്മളിങ്ങനെ സിനിമാ നടി ജയഭാരതിയെ പറ്റി ഇങ്ങനെ ആലോചിച്ചാൽ എൻ്റെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ മനസ്സിലും വരുന്നത് ചിലപ്പോൾ രതി ചേച്ചിയെക്കുറിച്ചായിരിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ വരുന്നത് എല്ലാവരും പാടത്ത് സ്വർണം വിതച്ചു, ഏനൻ്റെ പാടത്ത് സ്വപ്നം വിതച്ചു, സ്വർണം വിളഞ്ഞത് 100 മേനി, സ്വപ്നം വിളഞ്ഞത് 100 മേനി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ സിനിമയിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ തലയിലൊരു പുള്ളി തോർത്തൊക്കെ കെട്ടി, പുള്ളി ജാക്കറ്റൊക്കെ ഇട്ട്, വരെയുള്ള ഒരു ലുങ്കിയൊക്കെ കൊടുത്തിട്ട് വയലിൻ്റെ നടുവിലൂടെ തെങ്ങിൻ തോപ്പിലൂടെയൊക്കെ പാടി വരുന്ന പി സുശീല പാടിയ മനോഹരമായ ദേവരാജ മാഷ് സംഗീതം കൊടുത്ത് വയലാർ എഴുതിയ എല്ലാവരും പാടത്ത് സ്വർണം വിതച്ചു എന്നുള്ള പാട്ടിലാണ് ഭാരതി ചേച്ചിയാണ് എനിക്ക് ഓർമ്മ വരാറ്. എനിക്കെന്തുകൊണ്ടോ ആ എന്താ പറയുക, ഓടിയും ചാടിയും ഒക്കെ നെൽക്കതിരുകൾ പിടിച്ച് വലിച്ചുമൊക്കെ ഭാരതി ചേച്ചി ഓടുന്ന കാഴ്ചയാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഭരതൻ്റെ ഗുരുവായൂർ കേശവൻ. ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കണ്ടിട്ടുള്ളവർ മനസ്സിൽ നിന്നും ഭാരതപ്പുഴയുടെ മലത്തിട്ടിൽ ഭാരതി ചേച്ചി എന്താ പറയുക, നേർത്ത വെള്ളച്ചേലയിൽ പൊതിഞ്ഞ് ജയഭാരതി ചേച്ചി എന്താ പറയുക പാടുന്ന ആ പാട്ട്, പിന്നെ കിരീടം പോലെ വിഗ് വെച്ച ചുവന്ന നിറത്തിലുള്ള പട്ട് ചേലയൊക്കെ പുതച്ച് വരുന്ന സോമൻ ചേട്ടൻ, വലിയ മീശയൊക്കെ വെച്ചിട്ട്, ഇങ്ങനെ ഇറക്കി വെച്ച മീശയൊക്കെ വെച്ചിട്ട്, ഇന്നെനിക്ക് പൊട്ടുകൊത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷി കൂട്ട് എന്ന് പറഞ്ഞിട്ട് മനോഹരമായ പാട്ട്. പി ഭാസ്കരൻ മാഷിൻ്റെതാണ് വരികൾ, ദേവരാജൻ മാഷിൻ്റെ ആയിരുന്നു സംഗീതം, മാധുരി അമ്മയുടെ ആലാപനമായിരുന്നു. പക്ഷേ നമ്മളെപ്പോഴും ഓർക്കപ്പെടുന്നത് ഭാരതപ്പുഴയുടെ ആ മണൽത്തിട്ടയിൽ ഇരുട്ടിൻ്റെ പിൻബലത്തിൽ മനോഹരമായ ദൃശ്യമായിരുന്നു ഇതിനു വേണ്ടി ഭരതൻ ഒരുക്കിയത്. ഇതൊക്കെ ചില അഭിനേതാക്കൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണെന്ന് ഞാൻ പറയും. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും കരകാണക്കടലും ജയഭാരതി എന്ന നവാഗത നായികയ്ക്ക് വലിയ മൈലേജ് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയാം. എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ചെറിയ റോളുകളിലൂടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഞാൻ ഈ രംഗത്ത് അംഗീകാരം നേടിയെടുത്തു എന്നാണ് അക്കാലത്ത് ആർക്കൊക്കെ കൊടുത്ത ഇൻ്റർവ്യൂകളിൽ ഭാരതി ചേച്ചി പറഞ്ഞത്. ഒരു പടം എങ്ങനെയുള്ളതാണെന്നല്ല എന്നെ സംബന്ധിക്കുന്ന പ്രശ്നം, കിട്ടുന്ന കഥാപാത്രത്തെ നന്നായി അവതരിപ്പിക്കുക, അതിലാണ് ഞാൻ ശ്രദ്ധ ചെലുത്തിയത്. ഭാരതി ചേച്ചി പറയുന്ന കമൻ്റാണ്. 100% ശരിയായിരുന്നു. ഏത് പൊട്ടപ്പടം ആവട്ടെ, ഇപ്പം അമ്മിണി അമ്മാവനൊക്കെ എന്നൊക്കെ പറഞ്ഞ സമയം കൊല്ലി പടങ്ങൾ ഒരുപാടുണ്ടല്ലോ നസീർ സാറുമായിട്ട്. അതിലൊക്കെ ഭാരതി ചേച്ചി നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ആ കുശുമ്പും ആ ഗർവവും ഒക്കെ കാണിച്ച് നസീർ സാർ പുറകെ ഓടി പാടുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പ്രായത്തിൽ. ഏതു തരം ചിത്രങ്ങളാണ് ഉണ്ടാവേണ്ടതെന്ന് ഒരു നടിക്ക് പറയാനാവില്ല. എല്ലാ പേരും അവരവരുടെ നിലയിൽ നിന്നാണ് പടമെടുക്കുന്നത്. ലോകം നന്നാക്കാനായി ആരും പടമെടുക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ ചിത്രങ്ങളും നല്ലതാണെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. ആർട്ട് ഫിലിം എന്ന പേരിലിറങ്ങുന്ന ചിത്രങ്ങളോട് എനിക്ക് എന്താ പറയുക, അടുപ്പമില്ല എന്ന് പറയാം. ആർട്ട് ഫിലിം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉച്ചപ്പടം എന്നാണ് അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്നത്, ആ പടങ്ങളോട് എനിക്ക് അടുപ്പമില്ല എന്നാണ് ഭാരതി ചേച്ചി പറയുന്നത്. മനുഷ്യന് മനസ്സിലാകാത്ത ചിത്രങ്ങളാണോ ആർട്ട് ഫിലിം എന്ന പേരിൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചേച്ചിക്ക് എന്നുമുള്ളൊരു സംശയം. അടുത്ത കാലത്ത് കണ്ട 3 ചിത്രങ്ങളെപ്പറ്റി എനിക്ക് തോന്നിയത് അതാണ് എന്നും അക്കാലത്ത് ഭാരതി ചേച്ചി പറഞ്ഞു. അത് ഏതൊക്കെ പടമാണെന്ന് അവർ പറഞ്ഞില്ല. ഇതൊക്കെയാണോ ആർട്ട് ഫിലിം, ഒന്നും മനസ്സിലാകാത്ത ഈ സിനിമകളൊക്കെ ആണോ ആർട്ട് ഫിലിം എന്ന് ചോദിച്ചാൽ എനിക്ക് അത്തരം പടങ്ങളോട് യോജിപ്പില്ല എന്നാണ് ചേച്ചി പറഞ്ഞത്.
നിർമാല്യം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിൻ്റെ പ്രമേയത്തിൻ്റെ ശക്തിയും അവതരണ രീതിയുമാണ് ആ ചിത്രത്തിൻ്റെ മേന്മകൾ. അത്തരം ചിത്രങ്ങൾ ഇനിയും ഉണ്ടാകണം എന്നാണ് നിർമാല്യം ഇറങ്ങിയ സമയത്ത് ചേച്ചി പറഞ്ഞത്. 1980, അതായത് 44 വർഷം മുമ്പ് പ്രശസ്ത പത്രപ്രവർത്തകൻ VS നായർ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മലയാള നാടിൻ്റെ എഡിറ്ററായിരുന്നു. VS നായർക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജയഭാരതി ഇങ്ങനെയൊക്കെ പറഞ്ഞത്. KS സേതുമാധവൻ സംവിധാനം ചെയ്ത് 1968 പുറത്തു വന്ന തോക്കുകൾ കഥ പറയുന്നു എന്ന സിനിമയിലെ തങ്കം എന്ന കഥാപാത്രത്തിലൂടെയാകണം ചേച്ചിയെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടത്. മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല ഗ്ലാമർ നടി ആര് എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ പറയും അത് ജയഭാരതിയാണെന്ന്. ഇപ്പം നമുക്ക് ഗ്ലാമർ കാണിച്ച ഒരുപാട് നടികളുണ്ട്. പക്ഷേ സ്വന്തം ശരീരം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ആ കണ്ണുകൊണ്ടുള്ള നോട്ടം കൊണ്ടും ഒക്കെ, അല്ലെങ്കിൽ താറാവ് നടക്കുന്ന പോലെ ചേച്ചിയുടെ ഒരു പ്രത്യേക നടത്തയാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജയഭാരതിയെ. കാരണം അത് അക്കാലത്ത് അവരുടെ സഹപ്രവർത്തകരായിരുന്ന ഷീലാമ്മയ്ക്കോ ശാരദാമ്മയ്ക്കോ വിജയശ്രീക്കോ അല്ല KR വിജയ്ക്കോ ഇവർക്കൊന്നും അവകാശപ്പെടാൻ പറ്റാത്ത, വിജയശ്രീക്ക് പോലും, വിജയശ്രീ മേനി പ്രദർശനം കൊണ്ടാണല്ലോ പിടിച്ചു നിന്നത്. ജയഭാരതി ചേച്ചിയുടെ ഒരു നോട്ടം, അല്ലെങ്കിൽ ഡയലോഗ് പറയുമ്പോൾ ചുണ്ടുകൊണ്ടുള്ള ഒരു കൊഞ്ചൽ രസകരമായി, അതുപോലെ നടക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ താറാവ് നടന്നു വരുന്ന പോലെ കുണിയും വരുന്ന ചേച്ചിയുടെ നടത്തം. ഭരതൻ്റെ രതി ചേച്ചി മാത്രം മതി ഞാൻ ഈ പറഞ്ഞത് അംഗീകരിക്കാൻ. ഒരു ഒന്നൊന്നര പടമായിരുന്നു എന്ന് ഞാൻ പറയും. 70കളിലെ യുവത്വത്തെ നന്നായി ത്രസിപ്പിച്ച രതി ചേച്ചിയായി ജയഭാരതി എന്ന അഭിനേത്രി ക്യാമറയ്ക്ക് മുന്നിൽ കാണിച്ച പ്രകടനം എത്ര മനോഹരമായിരുന്നു, എത്ര മാദകത്വം ഉള്ളതായിരുന്നുവെന്ന് ബോധ്യമാക്കിയത് ഈ ചിത്രം റീമേക്ക് ചെയ്തപ്പോൾ രതി ചേച്ചിയെ ശ്വേതാ മേനോൻ ക്യാമറയുടെ മുന്നിൽ നിർലോഭം ശരീരപ്രദർശനം നടത്തിയപ്പോഴാണ് ജയഭാരതിയുടെ മഹത്വം എനിക്ക് മനസ്സിലായത്. എന്ന് കരുതി ശ്വേതാ മേനോൻ മോശം നടിയാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ രതി നിർവഹണത്തിലെ രതി ചേച്ചി ജയഭാരതി തന്നെയാണ്. 100ക്ക് 100 മാർക്ക് ഭാരതി ചേച്ചിക്ക് കൊടുക്കുമെങ്കിൽ ഞാൻ ശ്വേതാ മേനോനൊരു പാസ് മാർക്ക് മാത്രമേ കൊടുക്കൂ. ഒരാളെ മറ്റൊരാളുമായി കമ്പയർ ചെയ്യാൻ പാടില്ല. എന്നാലും പറയട്ടെ, ജയഭാരതിയുടെ രതി ചേച്ചി ആ കാലഘട്ടത്തിലെ പ്രേക്ഷകർക്ക് നൽകിയ ജിജ്ഞാസ പകരാൻ ശ്വേതയ്ക്കായില്ല. കൃഷ്ണചന്ദ്രനോട് അക്കാലത്ത് എന്തൊരു അസൂയായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ കൃഷ്ണചന്ദ്രനോട് തന്നെ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ എന്തൊരു ഭാഗ്യവാൻ. ക്യാമറയുടെ മുന്നിലാണെങ്കിൽ പോലും രതി ചേച്ചിയെ പ്രേമിക്കുന്ന പപ്പുമായിട്ട് എന്ത് രസമായിട്ടാണ് കൃഷ്ണചന്ദ്രൻ ചെയ്തത്. ഭയങ്കര രസമുള്ള പടമാണ്. ഇപ്പോഴും ഞാൻ ഈ ഭാരതി ചേച്ചിയെക്കുറിച്ച് ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ രതി ഹൃദയത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തു സിന്ധുവിന്. ഞാൻ രാത്രി വൈകി 1 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും സിന്ധു രതി നിർവേദം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സിന്ധു പറഞ്ഞു, എന്ത് രസമായിട്ട് ചേച്ചി ചെയ്തിരിക്കുന്നു. മാദകത്വമുള്ള രതി ചേച്ചിയാകാനും തെരുവ് വേശിയാകാനും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. VT നന്ദകുമാറിൻ്റെ രക്തമില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞ നോവൽ എടുത്ത് എൻ്റെ ഗുരുനാഥനായ JC സാർ സിനിമയാക്കിയപ്പോൾ അതിൽ ഒരു തെരുവ് വേശിയുടെ വേഷമാണ് ഭാരതി ചേച്ചി ചെയ്തിരിക്കുന്നത്. ശിവൻ എന്ന് പറഞ്ഞ തെരുവ് എന്താ പറയുക, ഈ കൂട്ടുകുടുപ്പുകാരനായി ആണ് സോമേട്ട അഭിനയിച്ചത്. ഇവർ രണ്ടുപേരും കൂടെ ഉള്ള സീന്, അല്ലെങ്കിൽ വിധുബാല ജയഭാരതിയുടെ വീട്ടിൽ അഭയം തേടി വരുന്ന ആ സമയത്തുള്ള ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ കണ്ടാൽ നമ്മൾ ഈ പുത്തരിക്കണ്ട മൈതാനത്തിൽ കണ്ട പല സ്ത്രീകളുമായിട്ട് നമുക്ക് സാമ്യം തോന്നി. ഇതെങ്ങനെ ചേച്ചി ഇത്രയും മനോഹരമായി ചെയ്തു എന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ വടക്കം പാട്ടുകളിലെ വീരാങ്കനയായിട്ട് കുറച്ച് പടങ്ങളിലെ വടക്കം പാട്ടുകളിലുണ്ടായെങ്കിൽ പോലും ജയഭാരതി ചെയ്ത വീരാങ്കനകൾ തന്നെയായിരുന്നു. അതുപോലെ കുറുമ്പുകാരത്തി പെണ്ണാവാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ല അമ്മിണിയമ്മാവനിൽ നസീർ സാറ് പാട്ടൊക്കെ പാടി, കട്ടുറുമ്പേ വായാടിയൊക്കെ പാടി പുറകെ നടക്കുന്ന പാട്ട്. അതുപോലെ തന്നെ മാതൃത്വത്തിൻ്റെ മാതൃകയാകാനും ചേച്ചിക്ക് മനോഹരമായി കഴിഞ്ഞിട്ടുണ്ട്. ശശികുമാർ സാറിൻ്റെ 1 വർഷം 1 മാസം എന്ന് പറഞ്ഞൊരു പടമുണ്ട്. മനോഹരമായ പടം, സോമേട്ടൻ ഡബിൾ റോൾ ചെയ്ത പടം. അതിൽ മകൻ സോമേട്ടൻ മരിച്ച ശേഷം കുഞ്ഞിന് മുലയൂട്ടാനായിട്ടുള്ള ഒരു സീനുണ്ട്. ആ മാതൃത്വം വഴിഞ്ഞൊഴുകി അമ്മിഞ്ഞപ്പാലിങ്ങനെ ജാക്കറ്റിലൂടെ ഒഴുകുന്ന ഒരു സീനുണ്ട്. അതിലൊക്കെ ഭാരതി ചേച്ചി ചെയ്തിരിക്കുന്ന പ്രകടനം കണ്ടാൽ നമ്മളന്ന് കൊച്ചാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഈ നടിയെ ബഹുമാനം തോന്നുമായിരുന്നു. VT നന്ദകുമാറിൻ്റെ നോവലിൽ നിന്നും JC സംവിധാനം ചെയ്ത ആ രക്തമില്ലാത്ത മനുഷ്യൻ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ യൂട്യൂബിലുണ്ട്. തെരുവിലെ കൂട്ടുകുടുപ്പുകാരനായ ശിവനും തെരുവിൽ ശരീരം വിൽക്കുന്ന രുക്മിണിയും തമ്മിലുള്ള പ്രകടനം കാണണം.
സോമനും ജയഭാരതിയുമാണ് ഈ വേഷങ്ങൾ ചെയ്തത് എന്ന് ഞാൻ പറയണ്ടല്ലോ. മറ്റൊരു മലയാള നായികയ്ക്കും രുക്മിണിയാവാൻ കഴിയാത്ത വണ്ണം ജയഭാരതി അവതരിപ്പിച്ചു രക്തമില്ലാത്ത മനുഷ്യരെന്ന് ഞാൻ പറയും. ആഹ്ലാദകരമായ ചുറ്റുപാടിൽ ആർത്തുല്ലസിച്ച് നടക്കുന്ന നായികയാകാനാണ് ജയഭാരതിക്ക് എന്നാൽ കൂടുതൽ ഇഷ്ടം. അടിച്ചു പൊളിച്ചുള്ള വേഷങ്ങളാണ് ഇഷ്ടം. ഇപ്പോഴത്തെ പല മോഡേൺ ഡ്രസ്സുകളും അക്കാലത്ത് ഭാരതി ചേച്ചി പല സിനിമയിലും ഇട്ടിരുന്നത് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പാലാഴി മദനം, ലേഡീസ് ഹോസ്റ്റൽ, മാനിശ്രീ വിശ്വാമിത്രൻ, അമ്മിണി അമ്മാവൻ അതുപോലുള്ള സിനിമകൾ ചെയ്യാനായിരുന്നു ഭാരതി ചേച്ചിക്ക് എന്ന് ഇഷ്ടം. താൻ കഴിവുള്ള ഒരു നടിയാണെന്ന് തെളിയിക്കാനും ജയഭാരതിക്കായി എന്നുള്ളതാണ് വേറൊരു മികവ്. പുനർജന്മം, സതി, ഗായത്രി, സിന്ദൂരച്ചെപ്പ്, ഒരു വർഷം ഒരു മാസം, സായുജ്യം, രക്തമില്ലാത്ത മനുഷ്യൻ, സിന്ദൂരം മുതലായ സിനിമകൾ. ഒരു നിമിഷം തരൂ നിന്നിൽ അലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ എന്നുള്ള ജയസി സാറിൻ്റെ സിന്ദൂരം എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടി സത്യനന്ദിക്കാട് എഴുതി A.T. ഉമർ സംഗീതം നൽകിയ മനോഹരമായ ഒരു പാട്ടിൽ ചേച്ചിയും വിൻസെൻറ്റും ആണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. മനോഹരമായ സിനിമയാണ് സിന്ദൂരം. മാധവിക്കുട്ടി, രാജയോഗം മുതലായ സിനിമകളിലെ അഭിനയവും ശ്രദ്ധേയമായിരുന്നു. തൻ്റെ പൂർവ്വകാല ചരിത്രം പറയാൻ എന്നും പിശുക്ക് കാണിക്കുന്ന ഒരു നടിയായിരുന്നു ജയഭാരതി. ഇക്കാരണത്താൽ പത്രസുഹൃത്തുക്കൾ വളരെ കുറവുമായിരുന്നു അവർക്ക്. ഒരു നടിയുടെ കഴിവിനെ കണ്ടാൽ പോരെ, മറ്റു കൂടുതൽ കാര്യങ്ങൾ എന്തിനറിയണം, ഇതായിരുന്നു ജയഭാരതിയുടെ ചോദ്യം. ഇതുകൊണ്ട് തന്നെ ജയഭാരതി മുൻകോപക്കാരിയും തൻ്റെടിയുമാണ് എന്നുള്ളൊരു ധാരണ പത്രക്കാർ പകർത്തി. തമിഴിലെ പ്രചാരമുള്ള ആനന്ദ വികടൻ പോലുള്ള പത്രങ്ങൾ പോലും ജയഭാരതിയുടെ ഗോസിപ്പുകൾ അവരുടെ പ്രതാപകാലത്ത് പരത്തി. തമിഴ്നടൻ ജയശങ്കറുമായി ഭാരതി അടുപ്പത്തിലാണെന്ന് ആനന്ദ വികടൻ എഴുതി. മലയാളത്തിലും ഇത്തരം വാർത്തകൾ വന്നു. ജയഭാരതിയുടെ അനുജത്തിയുമായി നടൻ വിൻസെൻ്റിൻ്റെ വിവാഹം ഉണ്ടാകും എന്നൊരു വാർത്ത നമ്മുടെ തിരക്കഥാകൃത്തായ ആരെയും നോവിക്കാത്ത മാന്യനായ കലു ഡെന്നീസ് നടത്തിക്കൊണ്ടിരുന്ന ചിത്ര പൗർണമിയിൽ വന്നു. 1973 ജയഭാരതിയുടെ അനിയത്തിയുമായി വിൻസെൻ്റിൻ്റെ വിവാഹം എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. കലിയുഗം എന്ന സിനിമയിൽ അഭിനയിക്കാനായി ജയഭാരതി ആലുവ പാലസിൽ താമസിക്കാൻ വന്നു. അക്കാലത്ത് മദ്രാസിലുള്ള വിജയൻ കാരോട്ട്, പിന്നീട് തിരക്കഥാകൃത്ത് സംവിധായകനും ഒക്കെയായി മാറിയ സിനിമാ പത്രപ്രവർത്തകൻ വിജയൻ കാരോട്ട് കൊടുത്ത വാർത്തയായിരുന്നു ചിത്ര പൗർണമിയിൽ അടിച്ചു വന്നത്. മറ്റൊരു പ്രസിദ്ധീകരണത്തിലും വരും മുമ്പ് ഈ വാർത്ത ചിത്ര പൗർണമിയിൽ വന്നു. വാർത്ത വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മദ്രാസിൽ നിന്ന് ജയഭാരതിയുടെ വക്കീൽ നോട്ടീസ് വന്നു ആ കലു ഡെന്നീസിന്. അതിനാൽ നേരിൽ കാണാൻ കലു ഡെന്നീസ് സെബാസ്റ്റ്യൻ പോളുമായിട്ട് ആലുവ പാലസിൽ പോയി നേരിൽ കണ്ട് സംസാരിച്ച് പ്രശ്നം തീർക്കാനായിട്ട്. കലൂരാനും സെബാസ്റ്റ്യൻ പോളും ചെല്ലുമ്പോൾ പാലസ് കടവിൽ നിന്ന് കുളിച്ചു കയറി വരുന്ന ജയഭാരതിയെയും KPSC ലളിതയുമാണ് കണ്ടത്. അപരിചിത ഭാവത്തിൽ ജയഭാരതി ഇരുവരെയും മാറി മാറി നോക്കി. സെബാസ്റ്റ്യൻ പോളും നിൽക്കുന്നു, കലു ഡെന്നീസ് നിൽക്കുന്നു. ആരാ മനസ്സിലായില്ല. ഞങ്ങൾ ചിത്ര പൗർണമിയുടെ ആൾക്കാരാണ്. പക്ഷേ ചിത്ര പൗർണമിയുടെ ആൾക്കാരാണെന്ന് കലു ഡെന്നീസ് പറയുന്നതിന് മുമ്പ് ആരാ എന്ന് ചോദിച്ചപ്പോൾ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് ഞങ്ങൾ മിത്രങ്ങളല്ല ശത്രുക്കളാണ് എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അപ്പോഴാണ് അവർ ചോദിച്ചു, മനസ്സിലായില്ല. ഞങ്ങൾ ചിത്ര പൗർണമിയുടെ ആൾക്കാരാണ്. ചിത്ര പൗർണമി എന്ന് കേട്ടതും ഭൂമി കുലുക്കവും ഉരുൾപൊട്ടലും സുനാമിയും ഒന്നിച്ചു വന്നതുപോലുള്ള ഒരു ശബ്ദം പുറപ്പെടുവിച്ച് നോൺ സ്റ്റോപ്പായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ജയഭാരതി മുറിയിലേക്ക് കയറി കഥ കടച്ചു. അകമ്പടി പോകുമ്പോലെ പിന്നാലെ KPSC ലളിതയും പോയി. ആ യാത്ര നോക്കി നിന്ന കലു ഡെന്നീസും സെബാസ്റ്റ്യൻ പോളും വരുന്നത് വരട്ടെ എന്ന് ഭാവിച്ച് ജയഭാരതിയുടെ മുറിയിലേക്ക് ചെന്നു. ഇരുവരും മുന്നിൽ നിൽക്കുന്നത് പോലും ശ്രദ്ധിക്കാതെ ജയഭാരതി സ്വയം പറയുന്ന പോലെ പറഞ്ഞു, എന്നെപ്പറ്റി എന്ത് വേണമെങ്കിലും എഴുതിക്കൊള്ളൂ, അത് കേൾക്കാൻ വിധിക്കപ്പെട്ടവളാണ് ഞാൻ. ആർട്ടിസ്റ്റുകൾ, ഞാൻ മാത്രമല്ല, ഞങ്ങൾ ആർട്ടിസ്റ്റുകളും. പക്ഷേ എൻ്റെ സിസ്റ്ററിനെ പറ്റി എഴുതാൻ നിങ്ങൾക്കെന്താ അവകാശം? നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഫേക്ക് ന്യൂസ് എന്നാണ് അവരെ മുഖത്ത് നോക്കാതെ ഭാരതി ചേച്ചി ചോദിച്ചത്. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്. ജയഭാരതിയുടെ സംസാരത്തിൽ ദേഷ്യവും സങ്കടവും ഒരേ അളവിൽ കെട്ടുപിടഞ്ഞു കിടന്നു എന്നാണ് കലു ഡെന്നീസ് പറയുന്നത്. മദ്രാസിൽ നിന്ന് ഞങ്ങളുടെ ലേഖകൻ ആധികാരികമായിട്ട് അയച്ചു തന്ന വാർത്തയായതിനാൽ കൊടുത്തതാണ് എന്ന് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു കേട്ടപ്പോൾ ജയഭാരതി ഒന്ന് തണുത്തു. മദ്രാസിൽ നിന്ന് കിട്ടിയതാണ്, ആധികാരികമായി ഞങ്ങളുടെ ലേഖകൻ അയച്ചു തന്നതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന് തണുത്തു. ഇനി ഇങ്ങനെയുള്ള ഗോസിപ്പുകൾ കിട്ടിയാൽ എന്നെ വിളിച്ച് ചോദിക്കണം.
അടുത്ത ലക്കത്തിൽ തന്നെ ഇതിനൊരു തിരുത്ത് കൊടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇവിടെ മുതൽ കല്ലൂർ ഡെന്നിസും ജയഭാരതിയും സൗഹൃദത്തിലായി. കല്ലൂരാൻ ആദ്യമായി സഹകരിച്ച ഈ മനോഹര തീരത്തിലും, ഐ വി ശശി സംവിധാനം ചെയ്ത ഈ മനോഹര തീരത്തിലും കല്ലൂർ ഡെന്നിസ് ആദ്യമായി തിരക്കഥ എഴുതിയ അനുഭവങ്ങളിൽ നന്ദി എന്ന് പറഞ്ഞ സിനിമയിലും ജയഭാരതിയായിരുന്നു നായിക. ജനപ്രീതിയുള്ള താരമായിട്ടും അതിൻ്റെ ജാടയോ അഹങ്കാരമോ കാണിക്കാത്ത നായിക എന്നാണ് കല്ലൂർ ഡെന്നിസ് ജയഭാരതിയെ പറ്റി പറയുന്നത്. അനുജത്തെ പറ്റിയുള്ള വാർത്തയ്ക്ക് തിരുത്തു കൊടുത്തതുമില്ല. നിങ്ങളെന്താ തിരുത്തു കൊടുക്കാത്തതെന്ന് പിന്നെ ജയഭാരതി ചോദിച്ചതുമില്ല. വർഷങ്ങൾക്കിപ്പുറം ജോഷിക്കായി ഒരു തിരക്കഥ കല്ലൂർ ഡെന്നിസ് എഴുതി. അപ്പോൾ ജോഷി സാറിൻ്റെ പിന്നെ സൂപ്പർ ഹിറ്റായ ഒരുപാട് സിനിമകൾക്ക് കല്ലൂർ ഡെന്നിസ് ആയിരുന്നല്ലോ തിരക്കഥ എഴുതിയത്. അപ്പോൾ അതിലെല്ലാം ഏറെക്കുറെ എല്ലാ സിനിമകളിലും മമ്മൂട്ടിയായിരുന്നു നായകൻ. മോഹൻലാൽ നായകനാവുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് വർഷങ്ങൾക്ക് ശേഷം കല്ലൂർ ഡെന്നിസ് ജോഷിക്ക് വേണ്ടി തിരക്കഥ എഴുതുകയാണ്. മോഹൻലാൽ ആ ചിത്രത്തിലൊരു അഭിഹിത സന്തതിയാണ്. അയാൾക്ക് പ്രൗഢയായൊരു അമ്മയെ വേണം. പലരുടെയും പേരുകൾ കടന്നു വരുമ്പോൾ കല്ലൂർ ഡെന്നിസ് ജയഭാരതിയുടെ പേര് പറയുന്നു. സംവിധായകൻ ജോഷി സാറിന് ആ നിർദ്ദേശം ഇഷ്ടപ്പെട്ടു. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒരുപാട് ആലോചിച്ച് നോക്കി. ജോഷി സാറിൻ്റെ ഒരു പടത്തിലും അതുവരെ ജയഭാരതി അഭിനയിച്ചിട്ടില്ല. കല്ലൂരാൻ ജയഭാരതിയെ വിളിച്ചു. ഒരുപാട് കാലമായി പലരും വിളിച്ചിട്ടും വരാതെ മകനെയും വളർത്തി ജീവിക്കുന്ന കാലമാണപ്പോൾ. ആദ്യം താല്പര്യമില്ല എന്ന് പറഞ്ഞു. എങ്കിലും കഥയും കഥാപാത്രവും അറിഞ്ഞപ്പോൾ ശരി ഞാൻ വരാം എന്നേറ്റു. പല നടികളും വലിയ പ്രതിഫലം ചോദിച്ച് ഇഷ്ടമല്ലാത്ത വേഷങ്ങൾ ചെയ്യുന്ന കാലത്ത് എത്ര വലിയ സംവിധായകൻ്റെ സിനിമയായാലും തൻ്റെ കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടാൽ മാത്രം അഭിനയിക്കുക എന്നതായിരുന്നു ജയഭാരതിയുടെ തീരുമാനം. ജനുവരി ഒരു ഓർമ്മ എന്നായിരുന്നു ആ ചിത്രം. ജോഷി സാറിൻ്റെ ജനുവരി ഒരു ഓർമ്മ. അതിൽ എം ജി സോമൻ്റെ നായികയായി ജയഭാരതി സ്ക്രീനിൽ രസകരമായി വീണ്ടും എൻട്രിയായി. 11 വർഷത്തിന് ശേഷം കല്ലൂരാൻ തിരക്കഥ എഴുതിയ എഴുപുന്ന തരകളിലും ജയഭാരതി അഭിനയിച്ചു. മോഹൻലാലിനോടൊപ്പം ആദ്യമായി ജയഭാരതി അഭിനയിച്ച സിനിമ കൂടിയായി ജനുവരി ഒരു ഓർമ്മ. കൈക്കുഞ്ഞായ കൃഷിജയ സത്താർ എന്ന ഉണ്ണിമോനെയും കൊണ്ടാണ് ജയഭാരതി കൊടൈക്കനാലിലെ ലൊക്കേഷനിൽ വന്നത്. മോഹൻലാലിനെ പോലെയാണ് ജയഭാരതി എന്നാണ് കല്ലൂർ ഡെന്നിസ് പറയുന്നത്. കാരണം ഒരു സിനിമയുടെ സെറ്റിൽ വന്നാൽ നിർമ്മാതാവിനോ സംവിധായകനോ ഒരു തലവേദനയും ജയഭാരതിയിൽ നിന്നുണ്ടാകില്ല എന്നാണ് കല്ലൂർ ഡെന്നിസ് പറയുന്നത്. അനാവശ്യമായ ഒരു ഇടപെടലും അവർ നടത്തില്ല. ഈ ഷോട്ടിൽ അഭിനയിക്കുകയില്ലെന്നോ ആ വസ്ത്രം ധരിക്കില്ലെന്നോ ഒരു സെറ്റിലും ജയഭാരതി വാശി പിടിച്ചിട്ടേ ഇല്ല. ഏതെങ്കിലും ഒരു സിനിമ ആരുടെയെങ്കിലും ഭാഗ്യം കൊണ്ടോടിയാൽ ആ വിജയം താനുള്ളത് കൊണ്ടാണ് എന്ന് ധരിച്ച് പിന്നെ അതിൻ്റെ ജാടയും അഹങ്കാരവും പിടിവാശിയും പ്രതിഫലം കൂട്ടലും ഒക്കെ ആവശ്യപ്പെടുന്ന ഇന്നത്തെ പല നായികമാരും ജയഭാരതിയെ കണ്ടു പഠിക്കണം. അത് അവരുടെ ഒരു മഹത്വമാണ് എന്ന് പറയാം. വാടകയ്ക്കൊരു ഹൃദയം, ജനുവരി ഒരു ഓർമ്മ, ഇതാ ഇവിടെ വരെ, പുനർജന്മം, രതിനിർവേദം തുടങ്ങി അതിൽ എന്താ പറയുക, ജനുവരി ഒരു ഓർമ്മ വേണമെങ്കിൽ വെട്ടിക്കളയാം. ബാക്കി സിനിമകളിലൊക്കെ രതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. ജനുവരി ഒരു ഓർമ്മയിലും അഭിഹിത സന്തതിയാണ് മോഹൻലാൽ. ഇന്നത്തെ ഏതെങ്കിലും ഒരു മലയാള നായികയ്ക്ക് ജയഭാരതിയുടെ ശരീര ഭംഗിയുണ്ടോ, അഭിനയ മികവ് അവകാശപ്പെടാനാകുമോ എന്ന് ചോദിച്ചാൽ തുലവും കുറവാണെന്നേ ഞാൻ പറയും. ശശികുമാറിൻ്റെ നല്ല ചിത്രങ്ങളിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ 1 വർഷം 1 മാസം. അതിൽ മാതൃത്വത്തിൻ്റെ പാൽ ചുരുത്തുന്ന സീനുണ്ട്. ജയഭാരതിയുടെ അതിലെ പ്രകടനം അഭിനയിക്കുന്നവരെങ്കിലും കണ്ടു പഠിക്കേണ്ടതാണ്. അടുത്ത ജന്മത്തിൽ ജയഭാരതിയുടെ അനുജത്തിയായി ജനിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് തുറന്നു പറയുന്ന ഒരു പാവം കുടുംബിനി കൂടിയാണ് ജയഭാരതി. ആലോചിക്കേ, അടുത്ത ജന്മം ആരായി ജനിക്കണം? ജയഭാരതിയായിട്ട് ജനിച്ചാൽ മതിയെന്ന് ചോദിച്ചപ്പോൾ അല്ല, എനിക്ക് ജയഭാരതിയുടെ അനുജത്തിയായി ജനിക്കണം എന്നാണ് അവർ പറയാറ്. ജയഭാരതിയിലൂടെ അനുജത്തിമാർ അനുഭവിക്കുന്ന സുഖവും സുരക്ഷിതത്വവും അവർക്കും അനുഭവിക്കണം എന്നതാണ്, അല്ലെങ്കിൽ അവർക്കുണ്ടാക്കി കൊടുത്ത ജീവിതം. ഇതൊക്കെ പഴയകാല സിനിമാക്കാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. എനിക്കടുത്ത ജന്മത്തിൽ ജയഭാരതിയുടെ അനുജത്തിയായി ജനിക്കണമെന്ന്. അച്ഛൻ ഉപേക്ഷിച്ചു പോയ ബാല്യം, അമ്മ, 2 സഹോദരന്മാർ, 2 സഹോദരിമാർ, 5 പേരുടെ അന്നം ഉണ്ടാക്കി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം 13ാമത്തെ വയസ്സിൽ ഏറ്റെടുത്ത ജീവിതമായിരുന്നു ജയഭാരതിയുടേത്. കുടുംബത്തെ നല്ല നിലയിൽ എത്തിക്കുക എന്നതായിരുന്നു മോഹം. സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയാണ്
സിനിമയിൽ അഭിനയിക്കുന്നത് എന്ന് തുറന്നു പറയാൻ ഏത് കാലത്തായാലും തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത നടിയായിരുന്നു ജയഭാരതി. നൃത്തമാണ് എൻ്റെ ആത്മസംതൃപ്തി എന്ന് ജയഭാരതി തുറന്നു പറയുമായിരുന്നു. പഴവൂർ രാമയ്യ പിള്ളയാണ് ഭരതനാട്യത്തിൽ ജയഭാരതിയുടെ ഗുരുസ്ഥാനീയൻ. മദ്രാസിലുണ്ടെങ്കിൽ 5:30 മണിക്ക് നൃത്താഭ്യാസം അവർ തുടങ്ങിയിരിക്കും. ഈറോഡിൽ നിന്നും ജീവിതം തേടി മദ്രാസിലെത്തുമ്പോൾ വീട്ടിലെ സ്ഥിതി വളരെ മോശമായിരുന്നു. സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടിയതോടെ നില മെച്ചപ്പെട്ടു. ആ അവസരത്തിൽ തിരുവനന്തപുരത്തു നിന്നും സിനിമ പിടിക്കാനെത്തിയ ഒരു പുത്തൻ പണ മുതലാളിയാണ് സഹായവുമായി ആദ്യം എത്തുന്നത്. അങ്ങനെ എത്തി എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആളായി മാറി പാരിച്ചേച്ചി. എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട് എന്നല്ലാതെ ഒരിക്കലും ജയഭാരതി അയാളെ തള്ളിപ്പറഞ്ഞിട്ടില്ല. സത്താറുമായി അടുത്തപ്പോൾ കഴിയാവുന്നത്ര ദ്രോഹങ്ങൾ സത്താറിനോട് കാണിച്ചിട്ട് ആദ്യ മുതലാളിയെ അവർ തള്ളിപ്പറഞ്ഞിട്ടേയില്ല. അതൊക്കെയാണ് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. എനിക്ക് എന്താ പറയുക, ഒരു ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ എനിക്ക് ആ അവസരത്തിൽ സഹായഹസ്തം നീട്ടിയ ആളാണെന്നുള്ള ബഹുമാനം അദ്ദേഹത്തോട് അന്നും ഇന്നും എന്നും അവർക്കുണ്ടായിരുന്നു. സഹായഹസ്തം നീട്ടിയ മുതലാളി ആര് എന്ന് ചോദിച്ചാൽ അവരൊരിടത്തും അദ്ദേഹത്തിൻ്റെ പേര് പറയില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവരാരെങ്കിലും തല കൊയ്യുമോ? ഞാൻ ഇന്ന ആളിൻ്റെ 2ാം ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഭാര്യയായിട്ടോ ഞാൻ മദ്രാസിൽ ജീവിക്കുകയാണെന്ന് പറയാം. പക്ഷെ അവരൊരിക്കലും അയാളുടെ പേര് പറഞ്ഞിട്ടേ ഇല്ല. പറയിപ്പിക്കാൻ ശ്രമിച്ച പത്രക്കാരോടും അവർ ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. ആ മാന്യത അവർ കാണിച്ചു. മലയാള സിനിമ കേരളത്തിലേക്ക് കേന്ദ്രീകരിക്കണം എന്ന പക്ഷക്കാരിയായിരുന്നു ജയഭാരതി. മദ്രാസിൽ നിന്നൊക്കെ തെലുങ്കും കന്നഡയൊക്കെ പോകുന്ന പോലെ നമ്മളും കേരളത്തിലേക്ക് പോകണം എന്ന പക്ഷക്കാരിയായിരുന്നു ജയഭാരതി. തമിഴ്നാട്ടിൽ സ്ഥിര താമസമാക്കി എങ്കിലും മലയാള സിനിമയ്ക്കൊപ്പം മലയാള നാട്ടിലേക്ക് മടങ്ങി വരാൻ ഞാനും തയ്യാറാണ്. മറ്റൊരു സംസ്ഥാനത്തെ ആശ്രയിക്കാതെ നമ്മുടെ സിനിമ നമ്മുടെ നാട്ടിൽ വളരുന്നത് തികച്ചും അഭിമാനകരം എന്നാണ് 1980 അവരെ അഭിമുഖം നടത്തിയ VS നായരോട് അല്ലെങ്കിൽ മലയാള നാടിൻ്റെ പത്രാധിപരോട് ജയഭാരതി തുറന്ന് പറഞ്ഞത്. 1974 മുതൽ 84 വരെ 10 വർഷക്കാലം ജയഭാരതിയുടെ വർഷമായിരുന്നു മലയാള സിനിമ എന്ന് പറയാം. സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തേടി മദ്രാസിൽ നിർമ്മാതാക്കളുടെ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന കാലത്ത് ചിലർ പറഞ്ഞ കമൻറ്റ് ഈ കുട്ടിയുടെ മുഖം സിനിമയ്ക്ക് പറ്റിയതല്ല എന്നായിരുന്നു. എവിടെ നോക്കി പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. യേശുദാസിൻ്റെ ശബ്ദം അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ്റെ ശബ്ദം സിനിമയ്ക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പിന്നണി ഗാന ആലാപനത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞതുപോലെ തുടക്കകാലത്ത് ചാൻസ് അവരൊക്കെ പറഞ്ഞ കമൻ്റ് ഈ കുട്ടിയുടെ മുഖം സിനിമയ്ക്ക് പറ്റിയതല്ല എന്നായിരുന്നു. അങ്ങനെ പറഞ്ഞവർ തന്നെ പിൽക്കാലത്ത് ജയഭാരതിയുടെ ഡേറ്റിനായി വന്നു എന്നത് ഒരു കാവ്യനീതിയായിരിക്കാം. മുത്തയ്യ നിർമ്മിച്ച വല്ലാത്ത ബഹയൻ എന്ന ചിത്രത്തിലാണ് ജയഭാരതി ആദ്യമായി അഭിനയിച്ചത്. കായൽക്കരയിൽ എന്ന ചിത്രത്തിലാണ് ആദ്യ മുഖത്ത് ചായം തേച്ചതെന്നും പറയുന്നു. പക്ഷേ 1966 KP കൊട്ടാരക്കരയെ ചെന്ന് കണ്ടതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. അദ്ദേഹം നിർമ്മിച്ച പെൺമക്കൾ എന്ന ശശികുമാറിൻ്റെ സിനിമയിൽ നല്ലൊരു തുടക്കം കിട്ടി. സത്യസന്ധതയ്ക്ക് പേരുകേട്ട സത്യവാൻ ശങ്കുപിള്ള എന്ന പോലീസുകാരൻ്റെയും അയാളുടെ 7 പെൺമക്കളുടെയും കഥയായിരുന്നു പെൺമക്കൾ. ഭാര്യ നേരത്തെ മരിച്ചുപോയ, ജോലിയിൽ ആദർശം മുറുകെ പിടിച്ചതിനാൽ ഉദ്യോഗം ഉപേക്ഷിക്കേണ്ടി വന്ന ഹതഭാഗ്യനായ ആളായിരുന്നു ഈ പറയുന്ന സത്യവാൻ ശങ്കുപിള്ള. പെൺമക്കൾക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ ശ്രമിക്കുന്ന സത്യവാൻ ശങ്കുപിള്ള നേരിടേണ്ടി വന്ന തിക്ത അനുഭവങ്ങളാണ് പെൺമക്കളുടെ കഥ. പ്രേം നസീർ നായകനായ സിനിമയിൽ അംബികയുടെയും ഷീലയുടെയും അനുജത്തിയായാണ് ജയഭാരതി തുടക്കമിട്ടത്. അത് ഗുണകരമായി. ആദ്യകാല സിനിമകളിലൊന്നും ജയഭാരതിയുടെ മുഖം പോലും പോസ്റ്ററുകളിൽ നൽകാൻ നിർമ്മാതാക്കൾ മെനക്കെട്ടില്ല. അവരുടെ പേര് പോലും സൂചിപ്പിക്കുകയില്ലായിരുന്നു. പോസ്റ്ററുകളിലൊക്കെ ഷീലയെ വാരിയെടുത്ത് നിൽക്കുന്ന പ്രേം നസീർ മാത്രമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളോട് പോരാടി ഉയരങ്ങൾ കീഴടക്കിയ പ്രതിഭയായി ജയഭാരതി. കൊല്ലം സ്വദേശി ശിവശങ്കരൻ നായരുടെ മൂത്ത മകളായി 1954 ജൂൺ 28 കോയമ്പത്തൂരിലായിരുന്നു ജയഭാരതി എന്ന ഭാരതിയുടെ ജനനം. 1952 ജൂൺ 28 എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിലേത് ശരിയെന്ന് ചേച്ചിയാണ് പറയേണ്ടത്. ഈ റോഡിൽ റെയിൽവേ ഗാർഡ് ആയിരുന്ന മുത്തച്ഛൻ്റെ സംരക്ഷണയിൽ ജീവിതം. അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. ഷീല, ശാരദ, ജയഭാരതി എന്ന തരത്തിലായിരുന്നു കുറേ കാലം മലയാള സിനിമ. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ നായികയായ നടി ജയഭാരതി എന്നുള്ള
ഖ്യാതിയുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ നായികയായ നടി. കടൽപ്പാലം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, നാടൻ പെണ്ണ്, തോക്കുകൾ കഥ പറയുന്നു, മൂലധനം, മാപ്പുസാക്ഷി, കാട്ടുകുരങ്ങ്, മയിലാടും കുന്ന്, സിന്ദൂരച്ചെപ്പ്, വാടകയ്ക്കൊരു ഹൃദയം, പുനർജന്മം, കരകാണാക്കടൽ, നെല്ല്, യുദ്ധകാന്ഡം, ആലിബാബയും 41 കള്ളന്മാരും, അലാവുദ്ദീനും അത്ഭുത വിളക്കും, ഒരു സുന്ദരിയുടെ കഥ, ഒരു വർഷം ഒരു മാസം, മരം, മാധവിക്കുട്ടി തുടങ്ങി പത്മരാജൻ്റെ മൂന്നാം പക്കം വരെ ജയഭാരതിയുടെ മികച്ച ചിത്രങ്ങൾ നിരവധിയുണ്ട്. ചിഹ്നം ചെറു ഉലകം, അൻപുക്കൊരണ്ണി, പൊർച്ചിലെ, പുതിയ വാഴുകൈ എന്ന് പറഞ്ഞ 4 തമിഴ് സിനിമകളിലും അവരഭിനയിച്ചിരുന്നു. കെ എസ് സേതുമാധവൻ്റെ മറുപക്കം എന്ന തമിഴ് സിനിമയിലെ പ്രകടനത്തിന് നാഷണൽ ഫിലിം ജൂറിയുടെ പ്രത്യേക പരാമർശം ജയഭാരതി നേടി. 1972 മരം, പുനർജന്മം എന്നിവയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ജയഭാരതി നേടി. പിറ്റേ വർഷം 1973 മാധവിക്കുട്ടി, ഗായത്രി എന്നിവയിലെ പ്രകടനത്തിന് വീണ്ടും സംസ്ഥാന അവാർഡ് നേടി. 70 വയസ്സ് പിന്നിടുമ്പോഴും ഒരു JC ഡാനിയൽ പുരസ്കാരത്തിന് അവർ അർഹയായില്ല എന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അർഹതപ്പെട്ടവർക്ക് അല്ലാതെ ശുപാർശ കൊണ്ട് നടക്കുന്ന, റെക്കമെൻഡേഷനുമായി പുറകെ നടക്കുന്ന, മൂത്രമൊഴിക്കാൻ പോലും മന്ത്രിമാരെ വെറുതെ വിടാതെ നമ്മളെ ആളിനൊരു JC ഡാനിയൽ അവാർഡ് കൊടുക്കണമെന്നൊരു വാങ്ങിയ പല വേന്ദ്രന്മാരെയും എനിക്കറിയാം. അവിടെയാണ് ജയഭാരതിയെപ്പോലൊരു നടിക്ക് 70 വയസ്സായിട്ടും ഒരു JC ഡാനിയൽ അവാർഡ് ഇതുവരെ നൽകിയിട്ടില്ല. ഒന്നുമില്ലെങ്കിലും പ്രളയ ദുരിതം അനുഭവിക്കുന്ന കേരളീയർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ 10 ലക്ഷം രൂപ ആരും പറയാതെ കൊണ്ടുകൊടുത്ത ഒരു അഭിനേത്രി എന്നുള്ള നിലയ്ക്കെങ്കിലും മുഖ്യമന്ത്രിയെങ്കിലും സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് പറയണം, സജി ചെറിയാനെ റെക്കമെൻഡേഷനുമായിട്ട് ഒരുപാട് പേര് വരും, അവർക്കല്ല കൊടുക്കേണ്ടത്, ജയഭാരതി എന്ന് പറഞ്ഞൊരു നടിയുണ്ട്, അവരെ വിളിച്ച് ഈ വർഷത്തെ കൊടുക്കുമെന്ന് പറയാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടിക്കാലത്ത് ഉപേക്ഷിച്ചു പോയ അച്ഛൻ കായംകുളം ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കഴിയുന്നു എന്നറിഞ്ഞ ജയഭാരതി അവിടെ എത്തി അച്ഛനെ കണ്ട് വേണ്ടതൊക്കെ ചെയ്തു. അതൊക്കെയാണ് എന്താ പറയുക, ദൈവപുണ്യ പ്രവൃത്തി എന്ന് ഞാൻ പറയും. സത്താർ ബന്ധം അവസാനിച്ചു പോയി. 2 വിവാഹങ്ങൾ അദ്ദേഹം വീണ്ടും നടത്തി. ഒടുവിൽ രോഗഗ്രസ്തനായി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ആണെന്നറിഞ്ഞപ്പോൾ മോനെയും കൂട്ടി അവിടെ വരാനും കൂടെ നിൽക്കാനും മരണാനന്തര ചടങ്ങുകൾ വരെ സഹകരിക്കാനും മനസ്സ് കാണിച്ച ആളായിരുന്നു ജയഭാരതി. എന്നാലും അവരെ മുൻകോപക്കാരി, തൻ്റെടി എന്നൊക്കെ പറയാനാണ് പത്രക്കാർക്കും സിനിമാക്കാർക്കും താല്പര്യം. ഇവിടെ വേണമെങ്കിൽ ഒരു കൊച്ചു കഥ പറയാം. അവർ മലയാളത്തിലൊരു സീരിയലിൽ അഭിനയിക്കാൻ വന്നു. സീരിയലിൽ വളരെ നല്ല പേര് കേട്ട സീരിയലായിരുന്നു. ആ സീരിയലിൽ അഭിനയിക്കാൻ വന്നിട്ട് എവിടെ വെച്ച് ഞാനിങ്ങനെ അതിൻ്റെ സംവിധാനമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ജയഭാരതി? ഓ, ഭയങ്കര തലവേദന ദിനേശേ. ഞങ്ങട്ട് എന്ത്? അവർ രാവിലെ ലൊക്കേഷനിൽ വന്നാലേ ഉച്ചയാകുമ്പോൾ അവർ മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ണാൻ പോകും. എന്നിട്ട് ഊണ് കഴിഞ്ഞിട്ട് അവർ 2 മണിയാകുമ്പോൾ വരും. 6 മണിയെന്നുണ്ടെങ്കിൽ അവർ മേക്കപ്പ് അഴിച്ചിരിക്കും. നമ്മളെ സീരിയലൊക്കെ എങ്ങനെ ചെയ്യും ദിനേശേ? ഞാനൊരു കുസൃതി ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, സംവിധായകനോടാണ് ചോദിക്കുന്നത്, അല്ല ഇങ്ങനെ ഇത്തരം ഡിമാൻഡുകൾ അവർ പറഞ്ഞിരുന്നു? പറഞ്ഞിരുന്നു. വിളിച്ചപ്പോൾ അവർ ആദ്യം പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അഭിനയിക്കാൻ വന്നപ്പോൾ അവർ ഇങ്ങനത്തെ ഡിമാൻഡുകളൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഹോട്ടലിൽ പോയേ ഊണ് കഴിക്കുള്ളൂ, ഞാൻ 6 മണിക്ക് വരെ അഭിനയിക്കുള്ളൂ, 6 മണിക്ക് ഞാൻ ബിഗ് കഴിക്കും എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെ അവരെ കുഴപ്പക്കാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ വയ്ക്കരുതായിരുന്നു. മലയാള സിനിമയ്ക്ക് താങ്ങാൻ പറ്റില്ലെങ്കിൽ അവരെ എന്തിനാണ് നിങ്ങൾ വച്ചത്? ഇതാണ് എനിക്ക് ന്യായമായി ചോദിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ സംവിധായകന് മറുപടി ഇല്ലാതായിപ്പോയി. PA ബക്കർ നിർമ്മിച്ച് മാൻപേട എന്ന ചിത്രത്തിലെ കുറേ സ്റ്റില്ലുകൾ നാനയുടെ മദ്രാസ് ലേഖനായ മധു വൈപ്പനയ്ക്ക് കിട്ടി. അതിൽ ജയഭാരതി മതിൽ ചാടുന്ന ചിത്രങ്ങൾ, കെട്ടിത്തൂക്കിട്ടിരിക്കുന്ന ഒരു ടയറിൽ കയറിയിരുന്ന് ഊഞ്ഞാലാടുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മതിൽ ചാട്ടവും ടയർ കെട്ടിയുള്ള ഊഞ്ഞാലാട്ടവും ഒക്കെ ജയഭാരതി നിത്യജീവിതത്തിൽ എന്നും ചെയ്യുന്ന വ്യായാമ മുറകളാണെന്ന് തമാശയായിട്ട് വൈപ്പന എഴുതി. കോടമ്പക്കത്ത് ഒരു ആയുർവേദ വൈദ്യശാല ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഒരു ഫോട്ടോയും കിട്ടി. അപ്പോൾ ആശംസാ പ്രാസംഗികയായ ജയഭാരതി ചെമ്പയുടെ അടുത്തിരിക്കുന്ന ഫോട്ടോ വെച്ച് വൈപ്പന ഒരു കഥയുണ്ടാക്കി. അന്നത്തെ പത്രപ്രവർത്തനത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഷർട്ടൊന്നും ഇടാതെ കുടവയറനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ വൈദ്യശാല ഉദ്ഘാടനം ചെയ്യുന്നു. ജയഭാരതിക്ക് ആളെ പിടികിട്ടിയില്ല. അവർ ചെമ്പയോട് ചോദിച്ചു, വൈദ്യനാണല്ലേ,
ഈ രണ്ട് എഴുത്തും ജയഭാരതിയെ കോപാകുലയാക്കി. വൈപ്പനെ കാണുമ്പോൾ അവർ പിണങ്ങി നടക്കുമായിരുന്നു. അക്കാലത്തുനിന്ന് വൈപ്പനെ സംസാരിക്കുന്ന കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പാവം ഇപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക, അൾഷിമേഴ്സ് ബാധിച്ച് ഒന്നും ആരെയും അറിയില്ലല്ലോ, മറവി രോഗം ബാധിച്ച് കിടക്കുകയല്ലേ. അദ്ദേഹം തമാശയായിട്ട് എന്നോട് പറഞ്ഞതാണ്. ആ ഭാരതി പിന്നെ എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ദേഷ്യം വരും ഭാരതിക്ക്. കാരണം ഞാൻ ഇങ്ങനെ 2 എണ്ണം എഴുതി. രണ്ടും അതായത് ടയറിലൊക്കെ തൂങ്ങി നടക്കുന്ന നടിയാണെന്നും വ്യായാമം ചെയ്യുന്ന നടിയാണെന്നും ചെമ്പയ്യോട് വൈദ്യനാണല്ലേ എന്ന് ചോദിച്ചു. ഒരു തമാശ എഴുതിയാണ്, കുസൃതി എഴുതിയാണ്. പക്ഷേ അതിനുശേഷം ജയഭാരതി മധുവൈപ്പനെ കണ്ടാൽ സംസാരിക്കില്ലായിരുന്നു. അതിൽ വേറൊരു കാരണം കൂടിയുണ്ട്. അവരുടെ ഞാൻ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് നിന്ന് പോയ പണച്ചക്കായ നിർമ്മാതാവും മധുവൈപ്പനും നല്ല ഉടക്കായിരുന്നു എന്നും അയാൾക്കെതിരെയൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 300 സിനിമ ആവുന്നതിന് മുമ്പ്, 300 സിനിമ ആവാൻ 38 സിനിമ കുറവുള്ളപ്പോൾ പ്രേം നസീർ 300 സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് ഇവിടുത്തെ സിനിമാ വാരികളെല്ലാം സ്പെഷ്യൽ ഇറക്കിയപ്പോൾ അത് കള്ളമാണ്, ഇനി 38 സിനിമകൾ കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞൊരു മേറ്റർ എഴുതിയോട് നസീർ സാറിൻ്റെയും എതിരാളിയായി മാറി വൈപ്പന. അങ്ങനെ സിനിമാക്കാരോടെല്ലാം പിണങ്ങി നടക്കുന്ന കാലത്തായതുകൊണ്ട് ഭാരതി അവരോട് അദ്ദേഹത്തോട് പിണങ്ങി. 1972 മരം, പുനർജന്മം എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച ജയഭാരതിയാണ് മികച്ച അവാർഡ് നേടിയതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അന്ന് തനിക്ക് കിട്ടിയ തുക, അവിടെയാണ് ജയഭാരതി എന്ന് പറഞ്ഞ എന്താ പറയുക മനുഷ്യപ്പറ്റുള്ള സ്ത്രീയെക്കുറിച്ച് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ പറയുന്ന മരം, പുനർജന്മം 2 സിനിമകളിൽ അഭിനയിച്ച് അവാർഡ് നേടിയപ്പോൾ അന്ന് അവർക്ക് കിട്ടിയ അവാർഡ് തുക അവിടെ വെച്ച് തന്നെ, അവാർഡ് നൽകിയ സ്ഥലത്ത് വെച്ച് തന്നെ 2 കുഷ്ഠരോഗ ആശുപത്രികൾക്ക് ജയഭാരതി സംഭാവനയായി നൽകി. കടമറ്റത്ത് കത്തനാർ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ശ്യാമള സ്റ്റുഡിയോയിൽ നടക്കുന്നു. കത്തനാർ തെക്കുറിശ്ശിയാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് തെക്കുറിശ്ശി കാറിൽ മടങ്ങുമ്പോൾ ഗേറ്റിന് വെളിയിൽ ഒരു മരത്തണലിൽ ജയഭാരതിയും അമ്മയും വിഷണരായി നിൽക്കുന്നു. കത്തനാരിൽ ഒരു ചെറിയ വേഷം തെക്കുറിശ്ശിയുടെ ശുപാർശയിൽ ജയഭാരതിക്ക് കിട്ടിയിരുന്നു. കണ്ണുനീർ നിറഞ്ഞ മുഖവുമായി അമ്മയെയും മകളെയും കണ്ട തെക്കുറിശ്ശി കാറ് നിർത്തി. എന്താണ് ഇതുവരെയും പോയില്ലേ എന്ന് ചോദിച്ചു. ഈ പൊരിയുന്ന വെയിലിൽ എങ്ങനെ നടന്നു പോകാനാണ് എന്നാണ് ജയഭാരതിയുടെ അമ്മ ചോദിച്ചത്. ബസ്സിൽ കയറാനാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പണവുമില്ല. ചോറ് കൊണ്ടുവന്ന വണ്ടി പാത്രം കൊടുക്കാൻ പോയി തിരിച്ചു വന്നിട്ട് ആ വണ്ടിയിൽ വേണം ഞങ്ങൾക്ക് പോകാൻ. പ്രൊഡക്ഷൻ്റെ ചോറ് കൊണ്ടുവരുന്ന വണ്ടി ഉണ്ടല്ലോ, ആ ചോറ് കൊണ്ടുവന്നു, എല്ലാവർക്കും ആഹാരമൊക്കെ കൊടുത്തു, ആ പാത്രങ്ങളെല്ലാം കയറ്റി പോയിരിക്കുകയാണ് പാത്രം തിരിച്ചു കൊടുക്കാൻ. എന്നിട്ട് ആ വണ്ടി വന്നിട്ട് അതിൽ കയറ്റി വിടാമെന്നാണ് അവർ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവരുടെ കണ്ണ് നിറഞ്ഞിങ്ങനെ തുളുമ്പം നടപ്പോൾ തെക്കുറിശ്ശി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഒരിക്കൽ നിങ്ങളുടെ മകള് വലിയ നടിയാകും, ഇവൾ കാറും മേടിക്കും, അന്ന് എന്നെയും കയറ്റണം കേട്ടോ എന്ന് തെക്കുറിശ്ശി പറഞ്ഞു. ഇല്ല സാർ, ഞങ്ങൾ എവിടുന്ന് കാർ വാങ്ങാനാണ്, ഞങ്ങളെ കളിയാക്കല്ലേ എന്നായി അമ്മ. കുറച്ചു കാലത്തിന് ശേഷം ജയഭാരതി തിരക്കുള്ള നായികയായി. അവർ ആദ്യമായി വാങ്ങിയ കാറിൽ തെക്കുറിശ്ശിയെ കയറ്റി വടപഴഞ്ഞി കോവിലിൽ കാർ പൂജിക്കാൻ കൊണ്ടുപോയി. അതാണ് സിനിമ. തെക്കുറിശ്ശിക്ക് പത്മശ്രീ കിട്ടിയപ്പോൾ ആദ്യമായി വിരുന്നൊരുക്കിയതും ജയഭാരതിയായിരുന്നു. അപ്പോൾ ഇന്നലെകൾ വന്ന വഴി മറക്കാത്ത നടിയായിരുന്നു ജയഭാരതി എന്നുള്ളതിന് ഇതിനപ്പുറം തെളിവെന്തിനാ. എന്തായാലും 70 വയസ്സായി ഭാരതി ചേച്ചിക്ക്. ഒരുപാട് കാലമായി ഭാരതി ചേച്ചി അഭിനയിക്കുന്നില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ഭാരതി ചേച്ചിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഇപ്പോഴത്തെ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും. എന്തുകൊണ്ടോ ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മകൻ വിദേശത്ത് എവിടെയാണ്, ഭാര്യയൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴെങ്കിലും നല്ല ഓഫറുകൾ വന്നാൽ ഭാരതി ചേച്ചി ആ വേഷങ്ങൾ കൈകാര്യം ചെയ്യാനായി വരണം. മലയാളത്തിൽ ഇനിയും ശക്തമായ ക്യാരക്ടർ റോളുകളെങ്കിലും ഭാരതി ചേച്ചി ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയഭാരതി ചേച്ചിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. എല്ലാം കൂടി ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം ഭയങ്കര നീണ്ടു പോകുന്നു എന്ന് പരാതിയുള്ളതുകൊണ്ട് ഞാൻ കുറേശ്ശെ ലെന്ത് കുറയ്ക്കുകയാണ്. ഇനിയും ഭാരതി ചേച്ചിയെക്കുറിച്ച് ഇനിയും എപ്പിസോഡുകൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് 70 വയസ്സ് പിന്നിടുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടിക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഒരുപാട് കാലം നമ്മളോടൊപ്പം, ചെന്നൈയിലാണ് താമസമെങ്കിലും നമ്മളോടൊപ്പം ഈ ലോകത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.